ഈ അടുത്ത കാലത്ത് ഒരാൾ കുറച്ച് പുസ്തകം തന്നേച്ച് പറഞ്ഞു എഴുതിയതാ. ഞാൻ ചോദിച്ചപ്പോൾ എഴുതി കോവിഡിന്റെ സമയത്ത് എഴുതിയ, പുറത്തിറങ്ങാനും പോകാനും എടുക്കാനും ഒക്കത്തില്ലല്ലോ, എന്നാ പിന്നെ വെറുതെ ഇരിക്കണ്ട, കുറച്ച് പുസ്തകം എഴുതി. അത് തെറ്റാണെന്നോ കൊള്ളുകാലെന്നല്ല, അപ്പൊ ഒരു പണിയില്ലാതിരുന്നപ്പോ അങ്ങ് എഴുതിയതാ 5 പുസ്തകം. നല്ല പുസ്തകമാണ്, ചീത്തയാണെന്നൊന്നും പറയുന്നില്ല. വേറെ ഒരാൾ എന്നോട് പറഞ്ഞു ഇത് അമേരിക്കയിൽ പോയപ്പോൾ എഴുതിയതാ ഈ പുസ്തകം. ഞാൻ ചോദിച്ചു എപ്പോൾ സമയം കിട്ടി? ആരും മീറ്റിങ്ങിന് വിളിക്കുകയും ഒന്നും എടുക്കുന്നില്ല, അപ്പം പിന്നെ വെറുതെ മുറിക്കകത്തിരിക്കുക, സമയം കളയണ്ടായല്ലോ നേരത്തെ. എന്നാ ഷൈജു പാസ്റ്റർക്ക് ഒരു ചിരി, എഴുതിയ കാര്യമായി പറയാൻ. അപ്പൊ ആരും വിളിക്കുന്നില്ല, എങ്ങും അവിടെ നിന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുപോയെങ്കിലേ പോകാനും വരാനും പറ്റുള്ളൂ. ഇവിടുത്തെ പോലെ ഒന്നും ഒക്കത്തില്ലല്ലോ, പോയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ആരും ഒന്നും വിളിക്കുന്നുമില്ല, കൊണ്ടുപോകുന്നുമില്ല. എന്നാ പിന്നെ സമയം കളയണ്ട, കുറച്ച് പുസ്തകം എഴുതാം. അങ്ങനെയൊക്കെയാ പലരും പുസ്തകം. വേറെ ചിലര് പുസ്തകം എഴുതുന്നത് അവർ യാത്ര ചെയ്തതും പെമ്പിളയുടെയും പിള്ളേരുടെയും കുടുംബത്തിന്റെയും മൂത്ത മരുമകളും ഇളയ മരുമകനും പിള്ളേരുടെ എല്ലാം ഫോട്ടോയാ. കണ്ടിട്ടില്ലേ? പേജ് നിറച്ച് ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ നോക്കിക്കോ. താള് മറിക്കുമ്പോഴെല്ലാം ലേഖകൻ കാനഡയിൽ, ലേഖകൻ കാലിഫോർണിയയിൽ. ആയിക്കോട്ടെ, എവിടെയെങ്കിലും പോയി നിൽക്കേ. എന്നാ ഒരു സങ്കടം ഉള്ള കാര്യമാ പറയുന്നത്. അപ്പോൾ ഇവര് പുസ്തകം എഴുതുന്നതെല്ലാം അവരുടെ ചരിത്രങ്ങളും. ഒരാള് പണ്ടൊരു പുസ്തകം എഴുതി, നമ്മൾ ഈ പാരമ്പര്യത്തിനെതിരാന്നേലും പുസ്തകത്തിൽ ഇങ്ങനെ, പുസ്തകത്തിന്റെ തുടക്കം ഇങ്ങനെ, പകലോമറ്റം മഹാകുടുംബത്തിൽ വേണ്ട വീട്ടുപേര് പറയുന്നില്ല, ഇന്നിടത്ത് എന്ന് വെച്ച് നമ്മൾ പത്രോസിന്റെ ലേഖനം എടുത്ത് കീർവാണം അടിക്കുകയും ചെയ്യും. വ്യർത്ഥവും ഈ വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും കൂടെ ചെയ്യരുത്. ഒന്നേ വെടിവെച്ച് കൊല്ലണം, ഇല്ല തല്ലിക്കൊല്ലണം. അപ്പോൾ ഈ പാരമ്പര്യത്തിനെതിരാ പറയുന്നെങ്കിലും വിഷയത്തോട് അടുക്കുമ്പോൾ, അതെ ഇപ്പൊ പെന്തിക്കോസിൽ പറയുന്നില്ലേ 5ാം തലമുറയാണ്. അപ്പൊ ഇവനൊക്കെ ഒരു 10 തലമുറയ്ക്ക് മുമ്പ് വന്നിരുന്നെങ്കിൽ നമ്മളെ വല്ലതും വെച്ചേക്കുവോ? നിങ്ങൾ 2 സമാധാനം പറ. അതവിടെ നിൽക്കട്ടെ, ഒക്കുന്നെങ്കിൽ വരാം. അപ്പോൾ ഈ പുസ്തകം എഴുതിയത് ഒരു പണിയില്ലാഞ്ഞിട്ടിരുന്ന് എഴുതിയതല്ല. യോഹന്നാൻ പുസ്തകം എഴുതുവാൻ അതിന്റെ ഉദ്ദേശമുണ്ട്. വെറുതെ എഴുതിയതല്ല, നേരം പോക്കിന് എഴുതിയതല്ല. എന്നാൽ ഇത് വിദ്യാന്നോർത്ത് എഴുതിയതല്ല, വിറ്റേച്ച് 10 പുത്തം കിട്ടും അതിനെഴുതിയതല്ല. എന്തുകൊണ്ടാണ് യോഹന്നാൻ എഴുതാൻ കാരണം? വായിച്ച് സുവിശേഷ പുസ്തകം എഴുതാൻ കാരണമെന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യമാക്കി. എന്തുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 21 അധ്യായം എഴുതിയത്? 20-ന്റെ 30. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർക്ക് ചെയ്തു. അടയാളമൊക്കെ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യണം. ഇപ്പോഴത്തെ രോഗശാന്തി വരപ്രാപ്തന്മാര് പലരും ഉണ്ട്, പക്ഷെ കാണുന്ന രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം ആന്തരികമാ. അകത്തെ മുഴ, അകത്തെ നീര്, അകത്തെ ഉളുക്ക്. എന്നാ ദൈവത്തിന് മഹത്വം. പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല വിടുതലൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് പിന്നെ വരാം സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ യോഹന്നാൻ പറയുക യേശു തന്റെ ശിഷ്യന്മാര് കാൺകെ അടയാളം ചെയ്തെന്ന. 38 വർഷം കിടന്നവനോട് കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞു. അവൻ അന്നേരം നടന്നു. അതാ അത്ഭുതം. 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീയെ വസ്ത്രത്തിന്റെ തൊങ്ങല് തട്ടപ്പോൾ ഠപ്പെന്നവർക്ക് സൗഖ്യമായി. അതാ അത്ഭുതം. കൂനിയായ ഒരു സ്ത്രീ 10-18 കൊല്ലമായിട്ട് കൂനിയ, നടക്കാൻ പറ്റത്തില്ല. യേശു ചെന്ന് തൊട്ട് നിന്റെ ബന്ധനം അടിച്ചു, അവൾ അന്നേരം നിവർന്ന് നടന്നെന്നുള്ളതാ. ഇങ്ങനെ അത്ഭുത ശുശ്രൂഷ. കുരുടനെ അവിടുന്ന് കാഴ്ച കൊടുത്തു. ചെകിടനെ അവൻ സ്വത്ത് തുറന്നു വരാൻ പറഞ്ഞ് അന്നേരം തുറന്നെന്നുള്ളതാ. ഇതാ യേശു ചെയ്ത അത്ഭുതം. ഇന്നത്തെ അത്ഭുത വരപ്രാപ്തന്മാരിൽ മിക്കവരും, എല്ലാവരുമല്ല മിക്കവരും, ആൾക്കാർ കാണുകയും എടുക്കുകയും ചെയ്യുന്നൊന്നും പലതും ചെയ്യുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി പറയാ യേശു ചെയ്തതെല്ലാം കാണുകയാ ചെയ്തത്. സ്തോത്രം. മരിച്ചവന്റെ മഞ്ചത്തെ കൊണ്ടുവരിക. ഏകജാതന അമ്മയ്ക്ക് ഒരു പയ്യനേ ഉള്ളൂ. ആ സ്ത്രീയും വളരെ മനോവേദനയോടെ വരിക. യേശു അങ്ങോട്ടേക്ക് മഞ്ചത്തെ തൊട്ടു. ചെറുക്കൻ ചേടിയണീറ്റു. ഒത്തിരി നേരം വന്ന് വേശു. നമ്മളാണ് ഇപ്പം ചിലയിടങ്ങളിലൊക്കെ മരിച്ചവരെ വെച്ചോണ്ട് അങ്ങ് പ്രാർത്ഥിക്കുന്നത് ഞാനും കണ്ടു, എന്നെയും കാണിച്ചു. ചുമ്മാ വിടലത്തരമല്ല. പ്രാർത്ഥിച്ചോ എതിരല്ല, പക്ഷെ ഉയർത്തില്ലല്ലോ. പിന്നെ എല്ലാരും കൊണ്ട് അടക്കി. അങ്ങനെ എല്ലാരും കൂടെ ഉയർക്കുകയായിരുന്നേ എന്തോ പ്രശ്നമാ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമം ചില പ്രത്യേക കേസുകൾ ദൈവം ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ വചനത്തെ ഉറപ്പിക്കുവാനും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനും അവിടുന്ന് ദൈവപുത്രനാണെന്ന് ഒന്നുകൂടെ തെളിയിക്കാനാ.
അപ്പൊ ഇവിടെ യേശു തന്നെ ശിഷ്യന്മാർക്ക് ആകെ അത്ഭുതം ചെയ്തു. വായിച്ചേ 30. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ ഓടിച്ചു വായിരേ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അടുത്തത് എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് സകല ആൾക്കാരും വിശ്വസിക്കണം. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവർ, ഓൺലൈനിലുള്ളവർ, ശബ്ദപരിധിക്ക് ശ്രദ്ധിക്കുന്ന സകല ആൾക്കാരും വിശ്വസിക്കേണ്ട ഒരേ ഒരു കാര്യം, യേശു ക്രിസ്തു, യേശു ദൈവപുത്രനായ ക്രിസ്തു, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. മോടെ പേരെന്നാ? പേരുന്നാള് വന്നില്ലേ? പേര് ജിബിൻ. ജിബിൻ ബായിര് വായിക്കേ. ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. പിന്നെ വിശ്വസിച്ച് അങ്ങ് പോയാ പോരാ, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ, അവിടുത്തെ തിരുനാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അതിനായി ഇത് എഴുതിയത്. അപ്പൊ സുവിശേഷത്തിലെ 21 അധ്യായം പിന്നെ തിരിച്ചത്. എന്നിരുന്നാലും അങ്ങ് പറയുക, ഈ സുവിശേഷ പുസ്തകം എഴുതിയത് ഒരു പണിയില്ലാതിരുന്ന് എഴുതിയതല്ല. സകല മനുഷ്യരും വിശ്വസിക്കണം, യേശു ദൈവപുത്രനായ ക്രിസ്തു. ഇന്ന് രാത്രി പന്തലിലുള്ളവരും ദൂരത്ത് നിൽക്കുന്നവരും ചാരത്തിരിക്കുന്നവരും സമീപവാസികളും സ്ഥലവാസികളും ശബ്ദപരിധിയിൽ ശ്രമിക്കുന്ന സകല ആൾക്കാരും വിശ്വസിക്കണം, യേശു ദൈവപുത്രനായ ക്രിസ്തു. വിശ്വസിച്ച പൊടിയും കൊട്ടി പോയാ പോരാ, നിത്യജീവൻ പ്രാപിക്കണം. ഓരോ ക്രൂസൈഡിനും വന്ന് കൈയടിച്ച് കൊള്ളാം, തരക്കേടില്ല, പന്തലൊക്കെ നല്ലതായിരുന്നു, നല്ല അറേഞ്ച്മെന്റ്സ് കൊള്ളാം, നേരെ പൂവൊക്കെ വെച്ചിട്ടുണ്ട്, നന്നായിരിക്കുന്നു, പാട്ടുകാരും വലിയ തരക്ക്, 2 സെറ്റ് തബല അടിച്ച് പെരുക്കുക, അത് നല്ലതാ. അഭിപ്രായം പറഞ്ഞേച്ച് പോരാ. ഇതിന് അഭിപ്രായം ഒന്നും പറഞ്ഞില്ലെങ്കിലും നിനക്ക് നിത്യജീവൻ കിട്ടണം, നിനക്ക് നിത്യജീവൻ ഉണ്ടാകണം. നിത്യജീവൻ തരുവാനായി യേശു വന്നിരിക്കുന്നത്. അതിനായി യോഹന്നാൻ ഈ സുവിശേഷ പുസ്തകം എഴുതിയത്, ചുമ്മാ എഴുതിയതല്ല. 3 ലേഖനം എഴുതിയല്ലോ. 3 ലേഖനം. എന്താ ലേഖനം എഴുതാൻ കാരണം? ഒരു വാക്യം വായിച്ചോ, എല്ലാ വാക്യവും എടുപ്പിക്കാൻ നേരമില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമായൊരു ലേഖനം എഴുതാൻ കാരണം എന്നാ? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അതിനായി ഇത് എഴുതിയേക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ, അതിനായി ഇത് എഴുതിയത്. അപ്പൊ ലേഖനങ്ങളെല്ലാം ഉപദേശ വിഷയങ്ങളാ. നിങ്ങൾ പാപം ചെയ്യരുത്, അതിനായി ലേഖനം എഴുതിയിരിക്കുന്നത്. എന്തിനാ വെളിപ്പാട് പുസ്തകം എഴുതിയത്? അത് സഭയ്ക്ക് തന്നിരിക്കുന്നത്. 4-ാം വാക്യം 1:4. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. അപ്പോൾ 7 സഭകൾക്ക് എഴുതുന്നതാ എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ എല്ലാ കാര്യവും ഒന്നും പിടികിട്ടത്തില്ല. ഇതിന് സഭയ്ക്കകത്ത് വന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും, അത് മനസ്സിലാക്കി ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കണം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഴുത്തിന് ഉദ്ദേശമുണ്ട്, എല്ലാ കാര്യത്തിനും ഉദ്ദേശമുണ്ട്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഞാൻ ഓർപ്പിച്ചു, നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം സകലത്തിൻ്റെയും ഉൽപ്പത്തിയാ. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, മൃഗോൽപ്പത്തി, ജലോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി. വെളിപ്പാട് പുസ്തകം പലതിൻ്റെ അവസാനമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ആകാശവും ഭൂമിയും എല്ലാം മാറി പുതിയ ആകാശവും പുതിയ ഭൂമി, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മുമ്പേ ഓർപ്പിച്ചല്ലോ, സാത്താന്റെ ആരംഭത്തെ കാണുന്ന തോട്ടത്തിൽ വന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അവന്റെ അന്ത്യത്തെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം ഒരു തോട്ടത്തിലായി ഈ വിഷയങ്ങളൊക്കെ ആരംഭിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ഒടുവിൽ പഠിക്കുമ്പോൾ ഒരു തോട്ടത്തെ കാണുന്നുണ്ട്, പക്ഷേ തോട്ടത്തെക്കാൾ ഉപരി ഒരു പട്ടണത്തെ കാണുന്നുണ്ട്. ഉൽപ്പത്തി തോട്ടത്തിലാണെങ്കിൽ വെളിപ്പാട് പട്ടണത്തില. അങ്ങനെ ഈ പുസ്തകങ്ങൾ തമ്മിൽ വളരെ ഒത്തിരി ബന്ധങ്ങളും ഒത്തിരി പ്രതിരൂപ സ്വരൂപങ്ങളായിട്ട് പല കാര്യങ്ങളുമുണ്ട്. ആ ഭാഗം പോട്ടപ്പോൾ വെളിപ്പാട് പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ദൈവത്തിന് മഹത്വം. യോഹന്നാന്റെ എഴുത്തിന് ഉദ്ദേശമുണ്ട്. നമ്മൾ വായിച്ചു, യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കണം.
അപ്പോൾ ഈ സുവിശേഷ പുസ്തകത്തെ എഴുതിയതിന്റെ ഉദ്ദേശം ഒന്ന് രണ്ട് കാര്യം സുവിശേഷത്തെ പറ്റി ഒന്ന് പറയുന്നത് നല്ലതാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമായി, എങ്കിലും ഒന്നുകൂടെ പറയണമല്ലോ. സുവിശേഷ യോഗമായതുകൊണ്ട് ഞാൻ ഇതെല്ലാ ഇടങ്ങളിലും കൂടെ പറയാറുണ്ട്. കാരണം ഇത് പറയണം, ഇത് അറിയണം. കാരണം ഇതെല്ലാവരും അറിയേണ്ട കാര്യമാണ്. ദൈവത്തിന് മഹത്വം. എന്താ സുവിശേഷം? നമുക്കറിയാം, സുവിശേഷം നസറയനാകുന്ന യേശു ക്രിസ്തു. ആമേൻ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എല്ലാവർക്കും മനപാഠമാ, എന്നാലും വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേഗു ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. കന്നിമരിയ പെറ്റ പൈതലേ, കന്നിമരിയ പെറ്റ പൈതലേ, കന്നിമരിയ പെറ്റ പൈതലേ, എന്നും സ്തുതിപ്പവർക്ക് യമേകിൻ കാതലേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, തോയ പ്രതിഷ്ഠ ചെയ്ത നാഥനെ, യോർദാൻ തോയത്തിൽ മജ്ജനം ചെയ്ത ദൈവദാസനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേഗു ജ്ഞാനികൾക്കുള്ളിരിക്കൂ വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അതാണ് ഇവിടെ വായിച്ചു കേട്ടത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അലോകുന്നു സുവിശേഷം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം മതം മാറ്റുകയല്ല. ചില ആൾക്കാർ പറയുന്ന മതം ഒരു വട്ടുപിടിച്ച തള്ളയുണ്ട്, മതം മാറ്റമാണ്. ആരെ മതം മാറ്റാണ്? ഇത് മതം മാറ്റമല്ല, സഭ മാറുന്ന കാര്യവുമല്ല ഈ പറയുന്നത്, സംഘടന മാറുന്ന കാര്യവുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുകയോ വഴി ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഹാനി വരുത്തുന്ന മാർഗമൊന്നുമല്ല സുവിശേഷം. അവരന്റെ വലയെടുത്തുകൊണ്ട് വാ വത്സാ, നിന്നെ ഞാൻ പ്രസാദിച്ചു വത്സ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നല്ല സുവിശേഷം. വത്സൻ എന്നാ ജൂയി പാസ്റ്റൊക്കെ ഒരു സങ്കടം പോലെ ആട്ടെ. മറ്റുള്ളവന്റെ പടലി എടുത്തോണ്ട് വാ, അവനെ കൊന്നു കുടിച്ചു മൂട്, അവൻ നമ്മൾ മാത്രം ഇവിടെ താമസിച്ചാൽ മതി, വേറെ ആരും ഇവിടെ വേണ്ട. അവൻ ജാതി സ്പർദ്ധയും വർഗീയതയും അതിനുള്ള വിഷവിത്ത് വിതയ്ക്കുന്ന മാർഗമല്ല സുവിശേഷം. ഇത് സഭ മാറ്റുന്ന മാർഗമല്ല, മതം മാറ്റുന്ന മാർഗമല്ല. എന്റെ സ്നേഹിത, സുഹൃത്തെ, പ്രിയരെ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. കേട്ടല്ലോ, മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു. അതിന്റെ സാക്ഷ്യം വഹിച്ച അനേക കർത്തദാസന്മാർ വെൺമണിയിലുണ്ട്. ഇവരെല്ലാം പിന്മുറക്കാരാ. അത് എടുത്തു പറയത്തക്ക ധാരാളം കർത്തദാസന്മാരുണ്ട്. TK ഫിലിപ്പ് അവർകൾ അടക്കമുള്ള ബഹുമാന്യ കർത്തദാസന്മാർ തന്നെയാണോ. വെൺമണി എന്ന് പറയുന്ന ദേശവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലയോ വെൺമണി കവികള്
എല്ലാം വലിയ പ്രഗത്ഭന്മാരാ. ആ കവിതകളും പ്രയോഗങ്ങളും ഒക്കെ ഭാഷാ നൈപുണ്യമുള്ള എത്രയോ പ്രഗത്ഭന്മാരാ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം വിവരമുള്ളവർക്ക് പിടികിട്ടും. വെൺമണിക്കാര് വിവരമുള്ളവരാ. അതുകൊണ്ടാണല്ലോ കവികളല്ല ഇവിടുന്ന് വെൺമണി കവികളൊക്കെ എഴുന്നേറ്റത്. വിവരം. അപ്പോൾ വിവരദോഷികളോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. വിവരമുള്ളവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അറിവിന് പറയുക. എന്താണ് സുവിശേഷം? മതം മാറ്റമല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, സ്ഥലം മാറ്റമല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. കേട്ടല്ലോ, നസറായനാകുന്ന യേശു ക്രിസ്തു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നസറായനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. എന്തുവാ ഈ സുവിശേഷത്തിന്റെ അല്പം കൂടെ വിശദീകരണം പൗലോസ് തരുന്നുണ്ട്. നമുക്കറിവുള്ള വാക്യം വായിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിന് പ്രകാരം, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടെന്ന് പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ് ഇടുകല്ല, അടക്കപ്പെട്ട് തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശു ക്രിസ്തു അവൻ ജനിച്ച് മരിച്ചു, അടക്കപ്പെട്ട് കുത്തിട്ട് നിർത്തുകയല്ല. പലരും ഇവിടെ വന്ന് അടക്കപ്പെട്ടു, നിർത്തി. എന്നാൽ യേശു ക്രിസ്തു അങ്ങനല്ല. മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തു. ഇന്ന് രാത്രിയിലും അവിടുന്ന് ഉയർത്ത് ജീവിക്കുന്ന ദൈവമാണ്. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. അതാ സുവിശേഷം. ഇതാ എല്ലായിടത്തും ഈ പറയാൻ. വേറൊന്നും പറയുന്നില്ല, വേറൊന്നും പറയണ്ടല്ലോ, ഇത് പറഞ്ഞാൽ മതി. സുവിശേഷം, നല്ല വാർത്ത, സദ്വർത്തമാനം കേൾക്കാൻ സുഖമാണ്. ഇവിടുത്തെ വാർത്തകളൊന്നും കേൾക്കാൻ അത്ര സുഖമല്ല. ആണോ? ഒന്നും സുഖമുള്ള വാർത്തയല്ല. ആണ്ടെ വെടിവെച്ചൊരു ബിസിനസ്സുകാരൻ മരിച്ചു, നല്ല വാർത്തയാണോ? കേൾക്കുമ്പോൾ നമുക്ക് മനോദുഃഖമാണ്. നല്ല വാർത്തയല്ല. നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ആള് വിമാനാപകടത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ചു, നല്ല വാർത്തയാണോ? അല്ല. ചിലർക്കത് നല്ല വാർത്തയായിട്ട് തോന്നും. പക്ഷേ മനസാക്ഷിയുള്ളവർക്കും ഹൃദയമുള്ളവർക്കും ഇത് നല്ല വാർത്തയല്ല. കേൾക്കുന്ന വാർത്തയെല്ലാം നമുക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഭർത്താവിനെയും പിള്ളേരെ ഇട്ടേച്ച് മൊബൈലിൽ പരിചയപ്പെട്ട ഒരുത്തൻ്റെ കൂടെ ഒരുത്തി ഓടി, നല്ല വാർത്തയാണോ? നിങ്ങൾക്കത് നല്ലതായിരിക്കും. അവൾ എത്ര സ്പീഡിൽ ഓടി എന്നുള്ളതായിരിക്കും. നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഇട്ടേച്ച്, ഭർത്താവിനെ ഇട്ടേച്ച് അന്യപുരുഷന്റെ കൂടെ മൊബൈലിൽ എന്തുവാ അതിന് പറയുന്നത്, ഇങ്ങനെ പരിചയപ്പെടും, എന്തുവാ ആവശ്യത്തിന് അതിന് പറയുന്നത്, ഇങ്ങനെ പരിചയം. അതിനോട് ചോദിച്ചിട്ടും കാര്യമില്ല, ഇങ്ങനെ പരിചയപ്പെടുമല്ലോ. അതെ, ഇട്ടേച്ച് ഓടി. നല്ല വാർത്തയാണോ? കുഞ്ഞുങ്ങൾ മനോദുഃഖത്തിൽ നിൽക്കുക, നല്ല വാർത്തയല്ല. സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നു, നല്ല വാർത്തയാണോ? അല്ല. പാമ്പനെ വിട്ട് കടിപ്പിച്ചു, പൈസ കൊടുത്ത്, നല്ല വാർത്തയാണോ? അല്ല. കൊല്ലത്തൊരുത്തി സ്വന്തം പിള്ളേരെ ചുട്ടുകൊന്നു, നല്ല വാർത്തയാണോ? അമ്മായിയമ്മയുടെ തലയ്ക്ക് ചരവത്തടി എടുത്ത് അടിച്ചു, നല്ല വാർത്തയാണോ? ഇതുപോലുള്ളവർക്ക് അത് നല്ല വാർത്തയാണ്. എത്ര അടിച്ചടി. അപ്പൊ കേൾക്കുന്ന വാർത്ത എല്ലാം അസ്വസ്ഥതയാ, നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന വാർത്ത. ഇങ്ങനെയുള്ള വല്ലാത്ത വാർത്ത വർദ്ധിച്ചു വരുന്ന ഈ ലോകത്തിൽ കേൾക്കാൻ സുഖമുള്ള ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. ചെവിക്ക് ആനന്ദമാണ്. ഞാനെപ്പോഴും പറഞ്ഞത് ഉണ്ണായി വാര്യര് നളചരിത്രത്തിൽ പറഞ്ഞതുപോലെ ചലതളി ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ, കൊടിയ കർണശൂലങ്ങൾ, കുസുമസൗരഭം, നാസാകുകര സരസൈരിഭം, അതിദുഃഖ കാരണം ഇന്ന് ആരാമ സഞ്ചാരണമെന്ന എന്ന് പറഞ്ഞാൽ ഈ വണ്ടുകളുടെയും പക്ഷികളുടെയൊക്കെ ശബ്ദവും ഈ പൂക്കളുടെ സുഗന്ധവുമെല്ലാം ദമയന്തി പറയുന്ന ഭാഗം ഉണ്ണായി വാര്യര് കൊടുത്തിരിക്കുന്നതാ. ചലതളി ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ, കൊടിയ കർണ ശൂലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കോകിലത്തിൻ്റെയൊക്കെ ശബ്ദം ചെവിക്കകത്തോട്ട് ശൂലം തുളച്ച് കയറ്റുന്നത് പോലെ അങ്ങ് തോന്നുക. കുസുമസൗരഭം, ഈ പൂക്കളുടെ ഇത് ആർട്ടിഫിഷ്യൽ അല്ലയോ, അതാ മണവും ഗുണമൊന്നും ഇല്ലാത്ത. എന്നാൽ നല്ല പൂക്കളുടെ കുസുമസൗരഭം, നാസാകുകരസരസൈരിഭം, അതിദുഃഖ കാരണം ഇന്ന് ആരാമ സഞ്ചാരണമെന്ന. ഞാനിങ്ങനെ കടമെടുത്ത് പറയുക, ഇവിടുത്തെ കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ ചെവിക്കകത്ത് കർണത്തിനകത്ത് ശൂലം തുളച്ചു കയറ്റുന്നത് പോലെ ഭീതിപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, വെപ്രാളപ്പെടുത്തുന്ന
നിരാശപ്പെടുത്തുന്ന വാർത്തകൾ തിങ്ങി നിൽക്കുന്ന ലോകത്തിൽ ഒരേ ഒരു നല്ല വാർത്ത, കേൾക്കാൻ സുഖമുള്ള വാർത്ത, കേട്ടാൽ വിടുതൽ നടക്കുന്ന വാർത്ത, കേട്ടാൽ സൗഖ്യം വ്യാപരിക്കുന്ന വാർത്ത, കേട്ടാൽ ഭൂതങ്ങൾ വിട്ടുപോകുന്ന വാർത്ത, രോഗികൾ സൗഖ്യമാകുന്ന വാർത്ത, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട കൊടുക്കുന്ന വാർത്ത, രട്ടടിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുന്ന വാർത്ത, സകല കെട്ടുകളെ പൊട്ടിക്കുന്ന വാർത്ത, വിചാരത്തിന്റെ ശക്തികളെ അടിക്കുന്ന വാർത്ത, മന്ത്രവാദത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന വാർത്ത, ദേശത്തിന്റെ പോരുകളുടെ മേൽ ജയം തരുന്ന വാർത്ത, ബന്ധനത്തിലും കഷ്ടത്തിലും ഇരിക്കുന്നവർക്ക് വിടുതൽ തരുന്ന വാർത്ത, അരിഷ്ടതയാലും ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുന്ന വാർത്ത, മരണപാശത്തെ അടിക്കുന്ന വാർത്ത അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ആമേൻ. നല്ല വാർത്ത സുവിശേഷമാ. നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാ. യോഗ്യമേ നമുക്കതിന്റെ ഭാഗ്യമേ, ദൈവപുത്രന്റെ വാക്യമേ, സ്വർലോകരോടൈക്യമേ, യേശുരാജന്റെ സുവിശേഷ കൊടി കോശത്തോടുയർത്തി വേഗം ജയിക്കുമേ. സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് വെகு സന്തോഷമേ. ഇടിക്കണം പേയും കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം. ഇടിക്കണം പേയും കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം. സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുവിൻ കൊടി രക്ഷയും കൊടി കോശത്തോടുയർത്തി വേഗം ജയിക്കുമേ. സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് വെகு സന്തോഷമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. എന്നെ കേൾക്കുന്ന പ്രിയരെ, ബഹുമാന്യരെ, നല്ല വാർത്തയൊന്നേ ഉള്ളൂ, സുവിശേഷമാ. അതാരോടും പറയാം, എവിടെയും പറയാം, ഏത് സമയത്തും പറയാം. കാരണം ഈ വാർത്തയ്ക്ക് മറ്റ് അപാകതയൊന്നുമില്ല. മറ്റു വാർത്തകളൊന്നും എപ്പോഴും എല്ലാവരോടും എല്ലായിടത്തും പറയാനൊക്കത്തില്ല. പക്ഷെ ഈ വാർത്ത ഒറ്റ വാക്കി പറയാം. അതാ ഈ വാർത്തയുടെ പ്രത്യേകത. ഒറ്റ വാക്കി പറയാം, യേശു രക്ഷിക്കും. വിശദീകരിച്ചും പറയാം, മണിക്കൂറുകൾ എടുത്തും പറയാം. ഈ വാർത്തയുടെ വിശേഷം ഇങ്ങനെ ഏത് വാർത്തയുണ്ട്? ഒറ്റ വാക്കി പറയാൻ കൊള്ളാവുന്ന വാർത്ത. സ്തോത്രം, അത് സുവിശേഷമാണ്. നല്ല വാർത്തയാ, രക്ഷയുടെ ദൂതാ. അപ്പോൾ എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അതിന് അല്പം ഒരു വിശദീകരണമാ. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാ സുവിശേഷം. ആട്ടെ, ഒന്നുകൂടെ നല്ല വാർത്തയാ. ജനനം നല്ല വാർത്തയാ. ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നല്ല നല്ല കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചു. എന്റെ വിഷയമല്ലെന്നറിയാമെങ്കിലും സുവിശേഷ യോഗമായതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. 2-ന്റെ 8 മുതൽ വായിര്. ലൂക്കോസ് വായിക്കമ്മേ. പിന്നെ അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. അതെ, ആ ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയാം. വിഷയമല്ലാത്ത കൊണ്ട് തൊട്ടങ്ങ് പോകുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ആ തിരുപ്പിറവിയോടുള്ള സംബന്ധിച്ച് നടന്നൊരു സംഭവമാണ്. ആ കണ്ണികയ്ക്കകത്ത് 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെഴുത്തിൽ പല കാര്യങ്ങൾ രേഖപ്പെടുത്തി. ക്രിസ്തുവിന്റെ തിരുജനനം, ആ തിരുജനനത്തിൽ എന്തോ സംഭവിച്ചു. ഒന്ന്, ഇങ്ങനെ ഞാൻ എപ്പോഴും പറയും, ഒന്ന് ഇരുട്ട് മാറി. കാരണം രാത്രിയിലായി സംഭവം നടക്കുന്നത്. രാത്രിയിൽ അങ്ങനെ ഫലമുണ്ട്. രാത്രിയിൽ, അപ്പൊ രാത്രിയിൽ ഒരു വെളിച്ചം, ഒരു പ്രകാശം മിന്നി. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഇരുട്ട് മാറി. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. ജീവിതങ്ങളുടെ ഇരുട്ട്, കുടുംബത്തിന്റെ ഇരുട്ട്, ദേശത്തിന്റെ ഇരുട്ട്, സംസ്ഥാനങ്ങളുടെ ഇരുട്ട്, രാജ്യങ്ങളുടെ ഇരുട്ട്, സാമ്രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം, അത് സുവിശേഷമാണ്.
ഒരു കാലത്ത് ഇവിടെ അല്ല ഇരുട്ടല്ലായിരുന്നോ? ഇരുട്ടായിരുന്നു. ഇപ്പം ഈ വെട്ടത്തിന്റെ കാര്യമല്ല പറഞ്ഞ്, അന്ധകാര നിബിഡമായ ജീവിതം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണത്തില്ല, മൃഗത്തിന് തുല്യമായിട്ടാ അല്ല. ഇപ്പം പണ്ട് എസ് രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഈ മൃഗത്തോട് മനുഷ്യനെ തുലനപ്പെടുത്തരുതെന്നാ പുള്ളി പറഞ്ഞത്. സർവേപ്പള്ളി രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ഏതാണ്ട് 28 ഡോക്ടറേറ്റോളം ഉണ്ടായിരുന്നെന്നാ. ഷൗമേൽ സാറേ ഇല്ലയോ? എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി. അദ്ദേഹം പ്രൊഫസർ ആയതുകൊണ്ട് ജ്ഞാനമുള്ളയാളാണ്. അപ്പോൾ സർവേപ്പള്ളി 28 ഡോക്ടറേറ്റ്, ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ഒക്കെ പുള്ളി വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു. പുള്ളിയുടെ 1 മണിക്കൂറത്തെ ക്ലാസ് കേൾക്കാൻ ഉന്നതന്മാർ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്, അത്രയ്ക്ക് ഉന്നത. അപ്പൊ ആ നല്ല മനുഷ്യൻ പ്രസിഡന്റായിട്ടൊക്കെ ഇരുന്ന ആ നല്ല മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞെന്നാ പറയുന്നത്, മനുഷ്യനെ മൃഗത്തോട് തുലനം ചെയ്യരുത്. അതിന് കാര്യവും പുള്ളി പറഞ്ഞു. അതെന്താ സാറേ എന്ന് ചോദിച്ചു. പറഞ്ഞു, മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോകുമെന്ന്. ഈ മൃഗത്തിൻ്റെതായ ചില സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇല്ലയോ അച്ഛാ? ഉണ്ട്. ഉദാഹരണമാ. മൃഗത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു ചെറിയ ഉദാഹരണം, നിങ്ങളുടെ വീട്ടിൽ ചിലർ പട്ടിയെ വളർത്തുന്നുണ്ട്, അല്ലെ അപ്പുറത്തെ വീട്ടിലുണ്ട്, അല്ലെ പരിചയമുള്ളിടത്തുണ്ട്. അപ്പോൾ 5 മാസം കഴിഞ്ഞ് ആ നില യജമാനം വന്ന ഉടനെ വാലുവൊക്കെ ചാട്ടി എന്തോ ഒരു നന്ദിയാ. ആ സ്റ്റാൻഡേർഡ് പോലും സ്വന്തം പെമ്പിളക്കോ പിള്ളേർക്കോ ഇല്ല. ഒരാഴ്ച ഒന്ന് കഴിഞ്ഞ് വന്നാൽ മതി, ഉടനെ തള്ള കൊച്ചും ആണ്ട വരുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല. മമ്മി, പപ്പ, കുപ്പ, ഇതൊക്കെ പറയുന്നതൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പിന്നെ നോട്ടം ഇരുമ്പം കാണുമ്പോൾ അറിയാം. എല്ലാവരും അല്ലെങ്കിലും മിക്കവരും. അപ്പോൾ മൃഗത്തിന് അതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. 5 മാസം കഴിഞ്ഞാൽ യജമാനം വരുമ്പോൾ ആ നായ വാലുവൊക്കെ ആട്ടി എന്തോ ഒരു യജമാന സ്നേഹവും ഭക്തിയാ. അതെ, മാത്രമാണോ? നിങ്ങൾക്കറിയാം, നായയുടെ ഗുണങ്ങളിൽ വേറൊരു ഗുണം ഞാൻ എപ്പോഴും പറയും, 1 കഷണം ഇറച്ചു കൊടുത്താലും 10 കഷണം ഇറച്ചു കൊടുത്താലും പുള്ളിക്ക് തൃപ്തിയാ. ശ്രദ്ധിച്ചിട്ടില്ലേ? 1 കഷണം കൊടുത്താലും കഴിച്ചേച്ച് വാലുമൊക്കെ ആട്ടി നാക്കുമൊക്കെ ഒന്ന് പുറത്തോട്ടിറക്കി തൂത്ത് തുടച്ച് ഇങ്ങനെ നമ്മൾ ചെന്നാ ഉടനെ കടിക്ക് പോ, താൻ എനിക്ക് 1 കഷണമോ തന്നോളൂ, എന്നാ ഒരു കടിക്ക് പോവും. ഇല്ല, എന്നാലും സ്നേഹമാണ്. 10 കഷണം കൊടുത്താലും സ്നേഹമാണ്. അത് നായിൽ നിന്ന് പഠിക്കേണ്ട ഒത്തിരി ഉണ്ട്. നമ്മുടെ മാസ്യോത്തിന് പോയി ഒരു ചെറിയ വീസ കിട്ടിയെങ്കിലോ നമ്മൾ ചോദിക്കും, കഴിച്ചോ? കഴിച്ചില്ലേ? കഴിച്ചു. കിട്ടിയില്ലേ? കിട്ടി. ഉണ്ടായിരുന്നല്ലോ. കാണുമായിരിക്കും. ഉണ്ടോ? അത് മുഴുവൻ കലക്ക് കാടിയാക്കി വെച്ചേ പോവുള്ളൂ. പക്ഷെ നായിൽ നിന്ന് പഠിക്കേണ്ടത് ഒത്തിരി ഉണ്ട്. മാത്രമാണോ നായുടെ ഒരു പ്രത്യേകതയും കൂടെ പറയാം. ഒത്തിരി ഉണ്ട്. ഒരു പ്രത്യേകതയും കൂടെ, നല്ല ശ്രദ്ധ. എത്ര ഉറക്കമാകുന്നതിന് ശ്രദ്ധയാ, ഇല്ലേ? എത്ര ശ്രദ്ധയാ നായിക്ക്, നല്ല ശ്രദ്ധയാ. എത്ര ഉറക്കമാണെങ്കിലും നല്ല ശ്രദ്ധയാ. നമ്മളോ സ്റ്റേജിലിരുന്ന് വരെ ഉറങ്ങുക, ആശീർവാദം പറഞ്ഞാലും എഴുന്നേക്കാത്തവരുണ്ട്. സഭായത്തിന് വന്ന് കുത്തിയിരുന്നങ്ങ് ഉറങ്ങും. ഞങ്ങളുടെ അവിടെയും 1-2 എണ്ണം വരുന്നു ഉറങ്ങാനായിട്ട് തന്നെ. അയ്യോ, അതുങ്ങൾ വായും പൊളിച്ചങ്ങ് ഉറങ്ങുക. പണ്ടൊരു തള്ളയോട് ഞാൻ ചോദിച്ചു, ഇപ്പം ഇടയ്ക്ക് വരുന്ന ഉറങ്ങുകയെന്ന്. കാഴ്ചകൾ കാണുക. എന്നാ ഉറങ്ങുകയെന്ന് തള്ള പറയുന്നില്ല, കാഴ്ചകൾ കാണുക. അതല്ല വിഷയം. ഉടനെ ചേർത്ത് പറയാ, എന്നെ കാണിക്കുന്നതൊക്കെ ക്ലിയറായിട്ടാണ്. അതിലും അപ്പൊ നായയുടെ ഒരു പ്രത്യേകത, എത്ര ഉറക്കത്തിലാന്നേലും നല്ല ശ്രദ്ധാലുവാ. അപ്പൊ മൃഗത്തിന് അതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. വീട്ടിൽ വളർത്തുന്ന പശുവിന് അതിന്റെ നന്ദി ഇല്ലയോ? സ്റ്റാൻഡേർഡ് ഉണ്ട്. അമ്മ അങ്ങോട്ട് മാറ്റി കെട്ടി കണ്ടത്തിലോ അല്ലെ പുറയിടത്തിലോ കെട്ടിയച്ച് അമ്മ അല്പം കഴിഞ്ഞ് പീടികയിലോട്ടൊന്ന് പോയ എന്തായാലും മേടിക്കാൻ ഉടനെ ആ പശു അല്ലെ കന്നാല് അമ്മാ ഇല്ലേ, ഉടനെ അമ്മ അവിടെ നിന്ന്, അവർക്ക് ഭാഷ അറിയാം, വരുന്നടി ഞാൻ കടയിൽ പോയിട്ട് വരാം. അത് ഇണങ്ങി നിൽക്കുക. എന്ത് നന്ദിങ്ങ. നമ്മുടെ പിള്ളേരോ കലിങ്കലിക്കാന്ന് വരുന്നുണ്ട് ഇപ്പൊ ഇങ്ങോട്ട്. ആരാടാ? ഞങ്ങളുടെ കുപ്പ ഉണ്ടോ?
അതാ എസ് രാധാകൃഷ്ണൻ പറഞ്ഞത്. മനുഷ്യനെ മൃഗത്തോട് തുലനപ്പെടുത്തരുത്, മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോകും. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, കുറുനരികള് മുല കാണിച്ചു കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുന്നു. അതിന്റെ സ്റ്റാൻഡേർഡ്. കുറുനരികള് മുല കാണിച്ചു കുഞ്ഞുങ്ങളെ പാല് കുടിപ്പിക്കുന്നു. നമ്മുടെ ആൾക്കാരോ പെറ്റിട്ടേച്ചങ്ങ് പോകുമല്ലോ, കൊച്ചിന് മുലപ്പാല് പോലും ചിലത് കൊടുക്കത്തില്ല. ചിലരെ കാശുണ്ടാക്കാൻ ആർത്തിയോട് ഓടുക. ഇപ്പൊ നിങ്ങൾ പറയും തനിക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ട ജീവിക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ വേണ്ട പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാ. ഹന്നായിക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചൊരു കൊച്ചിനെ കിട്ടി. അവൻ എൽക്കാന പറഞ്ഞു, അന്നാമ്മേ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞ്, എന്റെ ഭാഷയാ പള്ളി കുഞ്ഞാ, പള്ളിക്ക് കൊടുക്ക. അന്നാമ്മ പറഞ്ഞു പള്ളിക്ക് കൊടുക്ക, പക്ഷേ അതിന്റെ മുലകുടി ഒന്ന് മാറട്ടെ. അതുപോലും മനുഷ്യൻ കാണിക്കുന്നില്ലല്ലോ. കുഞ്ഞിനെ പ്രസവിച്ച് കൊടുത്തേച്ച് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തേച്ച് ഓടുക. ഒരു വർഷമെങ്കിലും ഒന്ന് അവധി എടുക്ക കുഞ്ഞുമായിട്ടെ. അമ്മയുടെ ഓരം ചേർന്ന് കിടന്ന് അമ്മ ചൂടൊക്കെ ഒന്ന്, അതിന് അമ്മയ്ക്ക് അമ്മയുടെ ചൂട് കിട്ടണം. അതിന് എന്തുവാ നാടൻ ഭാഷ അനച്ച പറ്റിയെന്ന, അങ്ങനെ അനച്ച പറ്റി. അത് കൊച്ചുകുഞ്ഞു ഉപദേശി ഒരു വരി എഴുതി, അനച്ച പറ്റി വസിപ്പാൻ മാറും അതിനു വേണ്ട സമസ്ത വഴിയും, അനച്ച പറ്റി വസിപ്പാൻ മാറും അതിനു വേണ്ട സമസ്ത തനിക്കു ലഭിച്ച കഴിവ് പോൽ കൊടുത്തു പോറ്റുന്ന അതിന്റെ തള്ളയും, തനിക്കു ലഭിച്ച കഴിവ് പോൽ കൊടുത്തു പോറ്റുന്ന അതിന്റെ തള്ളയും. കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനെ തൻ കീഴിൽ വെച്ച് വളർത്തും മോദമാ. കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനെ തൻ കീഴിൽ വെച്ച് വളർത്തും മോദമാ. അനച്ചപ്പറ്റി വസിപ്പന്മാർ അതിനു വേണ്ട സമസ്ത വഴിയും, അനച്ചപ്പറ്റി അതിനു വേണ്ട സമസ്ത വഴി തനിക്ക് ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്നത് തള്ളയും, തനിക്കു ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്നതിന്റെ തള്ളയും. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു കാന്ത നിൻ സന്നിധിയിലെന്ന് ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു കാന്ത നിൻ സന്നിധിയിലെന്നു വന്നു. അപ്പൊ ശ്രദ്ധിക്കുക, കുറുനരികള് അതിന്റെ മുല കാണിച്ചു കുഞ്ഞുങ്ങൾക്ക് അതിന് പാല് കൊടുക്കുക. അതുപോലും പല മനുഷ്യരും ചെയ്യുന്നില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അധ്വാനിക്കാൻ പോകുക ബദ്ധപ്പാടാ. കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ അനച്ച പറ്റി വേണം കുഞ്ഞുങ്ങള് വളരാൻ. പാശ്ചാത്യ നാടുകളിലും ഇപ്പൊ ഇവിടെയൊക്കെ അങ്ങനെ ആ കുഞ്ഞുങ്ങളായി കഴിയുമ്പം അങ്ങ് കൊണ്ടങ്ങ് മാറ്റി കിടത്തണം. അത് അവരുടെ സായിപ്പിൻ്റെതാ. സായിപ്പിന്റെ എല്ലാം ഒന്നും എടുക്കണ്ട. അതുകൊണ്ട് തന്നെ കുഴപ്പം മറ്റൊന്നുമില്ല. ഈ തള്ള പ്രായമായി അങ്ങേയറ്റം പറ്റി കിടക്കുമ്പോൾ തള്ളേനെ ഒറ്റക്കിട്ടേച്ച് മോളും മരുമകനും മോളും മക്കളും കൊച്ചുമക്കളും ഒക്കെ എവിടെയെങ്കിലും ഹോട്ടലിലോ അന്യരാജ്യത്തോ ആയിരിക്കും. നീ എവിടെയെങ്കിലും കിടക്കും. നീയും ചെയ്തത് അതല്ലേ? എല്ലാം പിടികിട്ടുന്നുണ്ടോ? പിന്നെ ഡ്രൈവറിന്റെ ഭാര്യയോ അല്ലെ വേലക്കാരിയോ ഒക്കെ ആയിരിക്കും തള്ളയ്ക്ക് വെള്ളം കൊടുക്കുന്നത്. ഇപ്പൊ പിന്നെ മൊബൈലിൽ കാണാം, രായമ്മയെ ഒന്ന് കാണിച്ചിടി അമ്മച്ചി, ഉമ്മ, എന്റെ ഉമ്മ 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച തള്ളയോടാന്നോ? തങ്ക അമ്മയുടെ താടി ഒന്ന് ചരിഞ്ഞിരിക്കുന്നടി, തങ്ക ഇതെല്ലാം പിടിച്ച് ആരോട് പറയാനാ? വേറെ പുസ്തകത്തിലെ പ്രമാണം ഞാൻ പറയാം. യാക്കോബ് മരിക്കുമ്പോ പിള്ളേരെല്ലാം മട്ടം ഉണ്ടായിരുന്നു. വിതയ്ക്കുന്നത് കൊയ്യും, ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോലും ചില മനുഷ്യർക്കില്ല. അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ഓർപ്പിക്കാനുള്ളത് സുവിശേഷം. എന്തുവാ സുവിശേഷം? സുവിശേഷത്തിന്റെ വിശേഷതകളാ പറഞ്ഞു വരുന്നത്. കർത്താവിന്റെ മഹത്വം, യേശുക്രിസ്തുവിന്റെ ജനനം, ആ ജനനത്താൽ സംഭവിച്ചത് ഇരുട്ടുമാറി. മനുഷ്യവർഗത്തിന്റെ രാജ്യങ്ങളുടെ രാഷ്ട്രങ്ങളുടെ ഇരുട്ടുമാറ്റുന്ന മാർഗമാ സുവിശേഷം.
മാത്രമാണോ ആ ഭാഗം പഠിക്കുമ്പോൾ ഭയം മാറി, ഭയപ്പെടേണ്ട, നിന്റെ ഭയത്തെ മാറ്റുന്ന മാർഗമാ സുവിശേഷം. 3 അവിടെ എഴുതിയിട്ടുണ്ട്, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സുവിശേഷം സന്തോഷം തരുന്ന മാർഗമാ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരേ ഒരു മാർഗം അത് സുവിശേഷമാണ്. മാത്രമാണോ നിങ്ങൾക്കൊരു രക്ഷിതാവ്. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത, നമ്മളെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്. അതാണ് നല്ല വാർത്ത, സദ്വർത്തമാനം, സന്തോഷ വാർത്തയാ. യേശു ക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാ, അല്ല മരണവും നല്ല വാർത്തയാ. ക്രിസ്തുവേശുവിന്റെ മരണം ഒരു നല്ല വാർത്തയാ. ഈ മരണം എന്നുള്ളത് സാധാരണ ലോകത്തിന്റെ ഗതി അനുസരിച്ച് മരണം നല്ല വാർത്തയല്ല. ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ വന്നേച്ച് സൈമൺ പാസ്റ്ററോട് പറയാ, ഇന്നയാള് മരിച്ചു. ഉടനെ പുള്ളി പറയാ, ഞാനൊരു നല്ല വാർത്ത പറയാൻ പോവാ, തെക്കേലെ നമ്മുടെ വേവിച്ചായ മരിച്ചു. നല്ല പുള്ളി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സങ്കടത്തോടാ, കേൾക്കുന്നവർക്കും സങ്കടമാ. മരണം നല്ല വാർത്തയല്ല. എപ്പോഴും ദുഃഖവും മനോവേദനയും ആ മരിച്ച വ്യക്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന വാർത്തയാ മരണവാർത്ത. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമാ യേശു ക്രിസ്തുവിന്റെ മരണം. എന്താ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ വാർത്ത സന്തോഷ വാർത്തയാകാൻ കാരണം? അതാ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, സന്തോഷ വാർത്ത ആകാൻ കാരണം. വായിച്ചേ 15:3 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എന്താ ഇത് സന്തോഷ വാർത്തയാകാൻ കാരണം? വായിരേ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിന് പ്രകാരം മരിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണം സന്തോഷ വാർത്തയാകാൻ കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. ഇങ്ങനെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക വന്ന ആരുമില്ല, ആരും മരിച്ചിട്ടില്ല. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മരിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന, നമ്മെ രക്ഷിച്ച് നമ്മുടെ പാപത്തെ മോചിച്ച നസറേയനാകുന്ന യേശു ക്രിസ്തു. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ സ്വോത്രകാഴ്ച എടുക്കും. ഇതൂടൊന്ന് ഒരു പോയിന്റ് നിർത്തി വെച്ച് വരാം. എന്താ, അതോ ഇപ്പം വേണോ? ആരും പോകുകയല്ല, എല്ലാരും തരും. അപ്പൊ ശ്രദ്ധിച്ചേ, എന്താണ് ഈ വാർത്ത? യേശു ക്രിസ്തുവിന്റെ മരണം ഇത് നല്ല വാർത്തയാ. 1-2 കാര്യം പറയാ. ഈ മരണത്തിന്റെ വിശേഷത എല്ലാവരുടെയും മരണം പോലല്ല യേശുവിന്റെ മരണം. എല്ലാവരുടെയും മരണം പോലെ യേശുവിന്റെ മരണത്തെ കാണരുത്. എന്താ യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത? വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. 1, ഈ മരണത്തിന്റെ വിശേഷത 1, അവിടുന്ന് മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കാൻ വന്നവരാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാം, എല്ലാവരും ജീവിക്കാനാ. കുറെ നാളും കൂടെ ജീവിക്കണം. അതല്ലയോ മാപ്പിളയും പെപ്പിളും കൂടെ മഞ്ഞത്ത് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ രാവിലെ? എന്താ അതിന്റെ അർത്ഥം? കുറച്ച് നാളുകൂടെ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കണം. നമ്മൾ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഞാൻ എന്നെയും പ്രതിയാക്കിയാ പറയുന്നത്. ചിലരോട് പറയാം, അച്ചായ ഇച്ചിരി മെഴുക്ക് പുരട്ടി. വേണ്ട. എന്നാ? ഇഷ്ടമല്ലേ? ഇഷ്ടമാ, പക്ഷേ എന്നാ ഒരു പപ്പടം. അയ്യോ, എത്ര നാളായി പപ്പടം ഞാൻ. എന്നാ? ഉപ്പല്ലയോ? എന്നാ ഇച്ചിരി ബീഫ് ഒലത്തിയത്. ഒലത്തിയതെന്നൊക്കെ നല്ലതാ, പക്ഷെ വേണ്ട. എന്ത് ചോദിച്ചാലും പുള്ളിക്ക് വേണ്ട. ഒടുവിൽ പുള്ളി ഇങ്ങോട്ട് ചോദിക്കും, പാവയ്ക്കാ തോരനുണ്ടോ? ഉണ്ട്. ഇച്ചിരിതാ. കുക്കുംബർ ഉണ്ടോ? അത് ഇല്ല, ഇപ്പം മേടിച്ചോണ്ട് വരാം. എങ്ങനെയാലും ഇച്ചിരി കൊണ്ടുപോവാ. അപ്പം നമ്മൾ പിന്നെ ഇടഞ്ഞു ചോദിക്കുക, എന്നാ കുറച്ച് നാളുകൂടെ ഒക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെല്ലാം ഇവിടെ ജീവിക്കാൻ വന്നതാ. അതില്ലേ ചിലത് 8:45 ബൈബിളിന്റെ സിബ് ഇടുന്നത്. കാരണം 9-ന് മരുന്ന് എടുക്കണം, ഇല്ലേ ആള് വീഴും. അതാ ജീവിക്കാനാ. എല്ലാം ഇവിടെ വന്നവരെല്ലാം ജീവിക്കാനാ. നമ്മൾ ചില കടയിൽ ചെന്ന് ചില സാധനമൊക്കെ മേടിക്കുമ്പം ചോദിക്കല്ലേ എന്തോ വിലയാ. ഉടനെ കടക്കാരനല്ലേ, മീൻകാരനല്ലേ, ബിസിനസ്സുകാരൻ പറയും ഇന്ന വിലയാ. ഉടനെ നമ്മൾ ഇത്രയും വിലയുണ്ടോ? സാറേ ജീവിക്കണ്ടേ? അപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ജീവിക്കാൻ വന്നതാ. എന്നാൽ മരിക്കാനായിട്ട് വന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസറയനാകുന്നു യേശു. എന്തിനാ യേശു മരിച്ചത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു പറഞ്ഞു മരിക്കാനാ വന്നെന്ന്. മരണത്തിന്റെ വിശേഷതയാ. 1, കൂടെ പറഞ്ഞു. 1, മരിക്കാൻ വന്നതാ. 2, കൂടെ യേശു പറഞ്ഞു ഞാൻ മരിക്കുമെന്ന്. മനുഷ്യപുത്രൻ മരിക്കും, മനുഷ്യപുത്രനെ കൊല്ലും, മനുഷ്യപുത്രനെ കൊല്ലും. കൂടെ യേശു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഏതെങ്കിലും നേതാവുണ്ടോ?
ഇവിടെ എത്രയോ മിടുക്കന്മാരും ഉന്നതന്മാരും രാഷ്ട്രീയ പുങ്കവന്മാരും മത നേതാക്കന്മാരും സാമുദായിക ഭരണ പരിഷ്കർത്താക്കളും മതസ്ഥാപകന്മാരും രാജാക്കന്മാരും മിടുക്കന്മാരും ഒക്കെ ധാരാളം പേര് വന്ന ലോകമല്ലയോ? ആരേലും കൂടെ പറഞ്ഞോ ഞാൻ മരിക്കും 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 മരിക്കും, ആമൻ. എല്ലാവരും വെട്ടിപ്പിടിക്കാൻ നടക്കുക. പക്ഷേ കൂടെ മരിക്കുമെന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തു മാത്രമാണ്. 3 എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കും പറയാനൊക്കത്തില്ല. എങ്ങനെ ജെയിംസ് മാസ്റ്റർക്ക് പറയാൻ പറ്റുമോ ഇന്ന വിധത്തിലാ മരിക്കുന്നെന്ന്? മരിക്കാതിരിക്കട്ടെ എന്നാ എൻ്റെ ആഗ്രഹം. എന്നാലും നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഇന്ന വിധത്തിലാ മരിക്കുന്നെന്ന് എനിക്കും പറയാനൊക്കത്തില്ല, ഈ കർത്തദാസന്മാർക്ക് ആർക്കും പറയാനൊക്കത്തില്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത അവിടുന്ന് കൂടെ പറഞ്ഞ് ഇന്ന വിധത്തിലാ മരിക്കുന്നത്. മാത്രമാണോ? 4 ആരാ തന്നെ കൊല്ലുന്നത്, കൊല്ലാൻ അതിന് ചുക്കാൻ പിടിക്കുന്നത് ആരാന്ന് യേശു പറഞ്ഞു. ഇന്ന ആൾക്കാരാ മഹാപുരോഹിതനും ശാസ്ത്രിമാരും പരീശന്മാരും മതനേതാക്കന്മാരും ഒക്കെ ചേർന്ന എന്നെ കൊല്ലാൻ പ്ലാൻ ഇടുന്നത്. അതും യേശു തെളിച്ചു പറഞ്ഞു. അപ്പോൾ 1 മരിക്കാനായിട്ടാ വന്നത്, 2 മരിക്കുമെന്ന് കൂടെ പറഞ്ഞു, 3 എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു, 4 ആരാ കൊല്ലുന്നെന്നും പറഞ്ഞു, 5 എവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞു. ഇതിനെല്ലാം വാക്യങ്ങളുണ്ട്. ഇപ്പൊ നേരമില്ലാത്തത് കൊണ്ടാ അടുത്ത ഭാഗത്തോട്ടൊന്ന് വരണമല്ലോ. ഈ കാര്യം പറഞ്ഞേച്ച് അടുത്ത സ്വോത്രകാഴ്ച കഴിയുമ്പോൾ അടുത്ത വാക്യത്തിലോട്ട് വരും. അങ്ങനെ 2 ഭാഗമായിട്ടാണ് ഇന്നത്തെ ശുശ്രൂഷ. ദൈവത്തിന് മഹത്വം. അപ്പോൾ എവിടെ വെച്ച് മരിക്കും എന്നും യേശു പറഞ്ഞു. എനിക്കോ നിങ്ങൾക്കോ തീർത്ത് പറയാമോ ഞാൻ ഇന്നട് വെൺമണി വെച്ചേ മരിക്കുമ്പോൾ പറയാൻ പറ്റുമോ? മിക്കതും വെൺമണിയിലും കല്യാത്രയിലും ഒന്നും അല്ല മരിക്കുന്നത്. മിക്കതും മെഡിക്കൽ കോളേജിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന ആമ്പലിന്റെ വള്ളി പോലെല്ലാം ഇട്ടേച്ച് ഇങ്ങനെ വെള്ളം പോലെ വിറക്കാറാകുന്നു. ആർക്കും അത് വരാതിരിക്കട്ടെ എന്നാ എൻ്റെ പ്രാർത്ഥന. ഞാൻ ദൈവമക്കളോടൊക്കെ പറയും, അല്പം സീരിയസ് ആണെന്ന് കണ്ട ഡോക്ടറോട് ചോദിക്കണം എങ്ങനുണ്ട്. അവർ പറയും ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, നിങ്ങൾ ദൈവത്തോട് അങ്ങനെ ആണെങ്കിൽ എഴുതി വെപ്പിച്ചേച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുക, വീട്ടിൽ കൊണ്ടുവന്ന് സഭയായിട്ട് കൂടി പാട്ടുപാടി പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറയണം. ഈ പുള്ളി കുറച്ച് നാളൂടെ ജീവിച്ചിരിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, പുള്ളിയെ ദൈവം എഴുന്നേൽപ്പിക്കും. അതല്ല ഈ ആഴ്ച തന്നെ പോകേണ്ട കേസാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ പോയി തരികയും ചെയ്യും. ഒരു താല്പര്യവും ഇല്ല, പോകാനും താല്പര്യമില്ല. അല്ല, മരിക്കാൻ നമുക്കാർക്കും താല്പര്യമില്ലല്ലോ. ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, ഏതോ പാർട്ടിക്കാർ പാടിയ മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്നാ. പക്ഷെ എഴുതിയ പുള്ളി മരിച്ചു, പാടിയവരും മരിച്ചു, ഇപ്പൊ പാടുന്ന നീയും ചാകും. അപ്പോൾ യേശുക്രിസ്തു എവിടെ വെച്ച് മരിക്കും അതും കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ അതിലൊക്കെ വിശേഷമായ ഒരു കാര്യം, 1 മരിക്കാനായിട്ട് വന്നു, 2 കൂടെ പറഞ്ഞു മരിക്കുമെന്ന്, 3 എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു, 4 ആരാണ് തന്നെ കൊല്ലുന്നത് അതിന് ചുക്കാൻ പിടി അതും പറഞ്ഞു, 5 എവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞു. അതിലൊക്കെ ഉപരി ആ പറഞ്ഞെടുത്തെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടാതെ ചേർത്തൊരു കാര്യം പറഞ്ഞു, മരിക്കും. പറഞ്ഞു നിർത്തിയില്ല, മരിക്കും, 3-ാം നാൾ ഉയർക്കും. അതുകൂടെ പറഞ്ഞാ നിർത്തിയത്. മരിക്കുമെന്ന് പറഞ്ഞെടുത്തല്ല യേശു പറഞ്ഞിട്ട്, നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കിയോ, മരിക്കുമെന്ന് പറഞ്ഞെടുത്തല്ല യേശു ക്രിസ്തു ചേർത്ത് പറഞ്ഞു 3-ാം ദിവസം ഉയർക്കും. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ പലരും ഇങ്ങനെ വല്ലതും പറഞ്ഞോ 3-ാം ദിവസം ഉയർക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരിൽ പ്രമുഖന രാഷ്ട്രപിതാവ് എന്നുള്ള ബഹുമതിയുള്ള മഹാത്മജി ഞാൻ എപ്പോഴും പറയും, ഒരു മുട്ടറ്റം മുണ്ടുകൊടുത്ത് ഒരു വടിയും ഒരു ശരണാന്തലും ഒക്കെ പിടിച്ച് അവൻ ആയുധമെടുക്കാതെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തോട് പടപൊരുതി ആയുധമെടുക്കാതെ പൊരുതി ഈ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ബന്ധപ്പെട്ട ശ്രേഷ്ഠനാണ് മഹാത്മജി. പക്ഷേ അദ്ദേഹം മരിച്ചു, ഇന്ന് വരെ ഉയർത്തിട്ടില്ല. ഇവിടെ കേരളം ഭരിച്ച മന്ത്രിമാരും രാജാക്കന്മാരും പലരുമുണ്ട്, ഉന്നതന്മാര്. ചിത്തിര തിരുനാൾ അടുത്ത കാലത്താണല്ലോ, ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാ. ചിത്തിര മാർത്താണ്ഡവർമ്മ, വേലൂത്തമ്പി തളവ, രാജാ കേശവദാസ്, പിന്നെ പുറകോട്ട് അങ്ങനെ പോയാൽ മിടുക്കന്മാര്, ചെമ്പകശ്ശേരി രാജ്യം ഭരിച്ചവര്, അതുപോലെ തന്നെ സാമൂതിരിമാര് ഒക്കെ മിടുമിടുക്കന്മാര് എല്ലാരും മരിച്ചു, ഇന്ന് വരെ ഒരെണ്ണം ഉയർത്തിട്ടില്ല.
രാഷ്ട്രീയ നേതാക്കന്മാർ, ഉന്നതന്മാര്, സ്റ്റാലിന്, ലെനിന് മാത്രമാണല്ലോ EMS നമ്പൂതിരിപ്പാട്. അടുത്ത കാലത്ത് നമുക്ക് വേണ്ടപ്പെട്ടയാളാ ഉമ്മൻചാണ്ടി അവർകള് ഇപ്പോഴും അവിടെ മെഴുകുതിരി കത്തിക്കുന്നെന്ന് കേൾക്കുന്നു. പക്ഷെ ഇന്ന് വരെ ചാണ്ടിച്ചാൻ ഉയർത്തിട്ടില്ല. ഉയർക്കുമെന്ന് പുള്ളി ജീവിച്ചിരുന്നപ്പോ പറഞ്ഞിട്ടും ഉണ്ടോ? ഇല്ല. അടുത്ത കാലത്ത് VS അച്യുതാനന്ദൻ മരിച്ചു. പാട്ടുകാര് ചൊല്ലി ഇംഗിലാവ് വിളിച്ചു, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല. മരിച്ചെന്നുള്ളത് സത്യവാ, പക്ഷെ പറയുക മരിച്ചിട്ടില്ല. ഇവരാരും പറഞ്ഞിട്ടില്ല അവൻ 3-ാം ദിവസം ഉയർക്കുമെന്ന്. എന്നാൽ അവൻ യേശു കർത്താവ് പറഞ്ഞെടുത്തല്ല ചേർത്ത് ചേർത്ത് പറഞ്ഞു, മനുഷ്യപുത്രനെ തല്ലും, തുപ്പും, അടിക്കും, ഉപദ്രവിക്കും, ക്രൂശിക്കും, അവൻ മരിക്കും, 3-ാം ദിവസം ഉയർക്കും. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ, അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. കർത്താവിന് മഹത്വം കൊടുക്കുക. അതാ സുവിശേഷം, അതാ സുവിശേഷം. ദൈവത്തിന് എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യന് രക്ഷപ്പെടാൻ. സുവിശേഷത്തിന്റെ 3 വിശേഷത അത് പറഞ്ഞേച്ച് ബാക്കി ഭാഗം സ്വോത്ര കാഴ്ച കഴിഞ്ഞ് പറയാം. സമയം എന്തുവായി? സമയിച്ച 8 8:30 8:50 എന്നാ 2 മിനിറ്റ് കൂടി ഇത് പറഞ്ഞേച്ച് സ്വോത്ര കാഴ്ച എടുക്കാം. അത് കഴിഞ്ഞ് വെച്ച് ബാക്കി പറയാം. അതുപോലെ എനിക്കിത് പറയാൻ തുടങ്ങിയാലൊക്കെ ആർത്തിയാ, നിർത്താൻ തോന്നുകയില്ല. ദൈവത്തിന് മഹത്വം. കർത്താവിനെ പറ്റിയല്ലേ ദൈവത്തിന് എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 3 വാക്യം വായിച്ചാൽ മതി. സുവിശേഷത്തിന്റെ ഒത്തിരി ഉണ്ട് വിശേഷത, ഇപ്പൊ ഒരു 3 വാക്യം മതി. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യവും, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും, ഈ 3 വാക്യം വായിച്ചാൽ മതി. സുവിശേഷത്തിന്റെ വിശേഷത അറിവുള്ള വാക്യമാ, വായിച്ചു. രണ്ടുപേരും വർത്താനം പറയാം. വാക്യം വായിക്കാൻ. റോമർ 1:16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആയിക്കോട്ടെ, വായിരേ. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നുവല്ലോ. എന്നാ പവർ പോകുന്നത് പോലെ തോന്നുന്നു. അല്ല, ജില്ലയില്ലെന്ന് നിൽക്കേ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷത്തിന്റെ വിശേഷത ഒറ്റ വാക്ക് പറയുക, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇത് രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്ത്, നിന്നെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഈ രക്ഷ കരസ്ഥമാക്കാൻ 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, കിണി കൊടുക്കണ്ട, ഒരു കുന്തവും കൊടുക്കണ്ട. ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ടെന്ന്. നിന്റെ ഏത്തക്കൊല വേണ്ട, പൂവങ്കൊല വേണ്ട, കോഴി വേണ്ട, ആട് വേണ്ട, മാട് വേണ്ട, കാട് വേണ്ട, ഒന്നും വേണ്ട. എന്തിനാ? രക്ഷപ്പെടാനേ. ഇതൊന്നും ആവശ്യമില്ല ദൈവത്തിന്. ചില ദൈവത്തിന് 2 കോഴി, പടക്കോഴി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നിരിക്കാൻ പോയില്ല അവിടെ വെച്ച്. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ ചില ആൾക്കാരുണ്ട്, ഞാൻ ദൈവത്തിന് 5 സെന്റ് സ്ഥലം കൊടുത്തത് കാരണം പുള്ളി പുറമ്പോക്കി കിടക്കുക. എടാ വിഡ്ഢി, പുള്ളിക്കാരൻ പുറമ്പോക്കില്ല. നിന്റെ 5 സെന്റ് കൊടുത്തേച്ച് വേണം പുള്ളിക്ക് എവിടെയെങ്കിലും ഒന്ന് കുത്തി. എന്നിട്ടോ നമ്മുടെ ഇടയിൽ ചില വിദ്വാന്മാര് 5 സെന്റ് സ്ഥലം ദൈവത്തിന് കൊടുത്തേച്ച് പിന്നെ ഇവൻ സഭയെ വന്ന് ശീലാന്തിയിൽ ഇരിക്കുക. അവനാ പിന്നെ പാസ്റ്റർമാരെ നിയന്ത്രിക്കുന്നത്. പാസ്റ്ററെ നിർത്തിയാട്ടെ, ഉടനെ ആശീർവാദത്തോടെ പോകാം, തുടങ്ങിയാട്ടെ. എന്നതാടായി കാട്ടിക്കൂട്ടുന്നു. 5 സെന്റ് സ്ഥലം സഭയ്ക്ക് കൊടുത്തേച്ച് ഇവനാ പിന്നെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. പണ്ട് കോവൂര കുഞ്ഞോളച്ചമ്മ പറയും, കാട്ടിൽ ആന പ്രസവിക്കുന്നു. പഴയ കണക്കാ. നടക്ക് 4000, മുടിക്ക് 3000. പഴയ കണക്കാ. നടക്ക് 4000, മുടിക്ക് 3000. ആനയ്ക്ക് പണ്ടത്തെ കണക്കാ, ചക്രമുള്ള കാലത്തെ കണക്കാ. പഴയ കണക്കില്ലേ ചക്രം? ചക്രം എന്നല്ലേ? കാല്, അരക്കാല്, മുക്കാൽ. ചില പ്രായമുള്ളത് കൊണ്ട് ഞാനങ്ങ് തോന്നുന്നതേ ഉള്ളു. ഇല്ലേ സാറേ? അങ്ങനല്ലേ പഴയ? കാല്, അരക്കാല്, മുക്കാല്, ചക്രം, പിന്നെ മാഹാണി, മുണ്ടാണി. പഴയ കണക്കാ. അപ്പൊ മാഹാണി മുണ്ടാണി കണക്കാ. ജോണച്ച മാഹാണി മുണ്ടാണി കേട്ടിട്ടില്ലേ? ബിരിയാണി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ പഴയ കണക്കാ.
അപ്പോൾ കാരരിക്കാൽ മുക്കാൻ അങ്ങനെയുള്ള കാലത്തെ ഒരു നാടൻ പ്രയോഗമാ. നടക്ക് 4000 മുടിക്ക് 3000 ആനയ്ക്ക്. അങ്ങനെയുള്ള ആന കാട്ടിൽ പ്രസവിക്കുന്നു, ആരും അറിയുന്നില്ല, ഫേസ്ബുക്കിൽ വിടുന്നില്ല, ഫോട്ടോയും എടുക്കുന്നില്ല. അതേസമയം വീട്ടിൽ വളർത്തുന്ന കോഴി ഒരു മുട്ട ഇട്ടാ എന്തോ കൊക്കും ബഹളോ. അയ്യോ, നാട് മുഴുവൻ ഇളക്കി. മീൻചട്ടിക്കകത്ത് എൻ്റെ കാല് വീണു, മേശയിലിരുന്ന് തട്ടിത്താടക്ക്. ഒരു മുട്ട ഇട്ടപ്പോൾ ആമൻ 5000 രൂപയുടെ നാശനഷ്ടം. അയ്യോ, ഇതൊക്കെ തന്നെ ഇപ്പൊ സഭയ്ക്കകത്ത് നടക്കുന്നത്. എന്തേലും 10 രൂപയോ 10 കാര്യമോ ചെയ്ത് അങ്ങ് പ്രസിദ്ധമാക്കുക. ഒരു കാര്യം പറയാ, ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയരുതെന്ന ആ പുസ്തകത്തിലെ പ്രമാണം. ആ ഭാഗം അങ്ങ് വിടുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാ. നിന്റെ 5 പൈസ വേണ്ട, അരക്കാശ് വേണ്ട, മുതലും വേണ്ട, വസ്തുവും കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്ത് കേൾക്കുന്ന കിടത്തിരുന്ന് ഒറ്റ വാക്ക് പറ, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എന്നെ കൈവിടരുത്, എന്റെ പാപത്തെ മോചിച്ച് എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ഈ രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ഓടിച്ചവസാനിപ്പിക്കാൻ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാ. എന്താ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത? എഫേസ്യ ലേഖനം 6:14-15 വായിക്ക്. 6:14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാനം സുവിശേഷത്തിനായുള്ള സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാ. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ജീവിതം ഒടുക്കാം, അവസാനിപ്പിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ, നാടുവിട, എന്തിനിങ്ങനെ ജീവിക്കുന്നു, ആർക്കെന്നെ വേണം, എന്നെ ആർക്കും ഇഷ്ടമല്ല, താല്പര്യമില്ല, ഞാനിനി ജീവിച്ചിട്ടും വലിയ കാര്യമില്ല എന്നോർത്ത് നിരാശകളുടെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും ഓർക്കുക. എന്നെ കേൾക്കുന്നെങ്കിൽ, സമാധാനമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ സമാധാനം കിട്ടാൻ നല്ല മാർഗമാ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഈ സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം കൊണ്ട് മാത്രമേ സമാധാനം ഉള്ളൂ. കള്ളം കുടിച്ച് അടിയും പിടിയും ബഹളവും, ഭാര്യയും തല്ലി ഉപദ്രവിച്ച് കുഞ്ഞുങ്ങളെയും തല്ലി വെച്ച കഞ്ഞി കുടിപ്പിക്കാതെ, അയ്യോ എന്ത് നാട്ടുകാർക്കും അയലത്തുകാർക്കും ഒക്കെ പേടി സ്വപ്നമായി നടന്ന എത്ര എണ്ണം. പക്ഷേ അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഈ സമാധാനം അങ്ങോട്ട് ലഭിച്ചപ്പോൾ താണ്ടിരിക്കുന്നു. ഈ മൈക്ക് ഇപ്പൊ അങ്ങോട്ട് കൊടുത്തിയാൽ ഈ സാക്ഷ്യം പറയാൻ ഇതിനകത്ത് ഒരു 5 പേരെങ്കിലും കാണും. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ സമാധാനമില്ലാതെ കിടന്ന് നിനക്ക് യേശു സമാധാനം തന്നു. ഇത് സമാധാനം തരുന്ന മാർഗമാണ്. കുടുംബത്തിൽ, വ്യക്തികളിൽ, ദേശത്ത് ഇത് സമാധാനത്തിന്റെ മാർഗമായതുകൊണ്ടാണ് നമ്മുടെ യോഗത്തിനൊക്കെ ചിലർ വന്ന് ബഹളം ഉണ്ടാക്കും. ഇവിടെ അല്ല, ചിലയിടത്ത് ഉടനെ തന്നെ അപ്പം പറയും ശബ്ദം കുറയ്ക്കേ. എന്നാ ചിലർക്ക് എത്ര രാത്രി വേണേലും ശബ്ദം ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ഉള്ള പോസ്റ്റിലെല്ലാം ചെറിയ ബോക്സ് വെച്ചിരിക്കുക. നമ്മളിങ്ങനെ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ കേൾക്കാറുണ്ട്. ഓരോ പോസ്റ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴും കേൾക്കാം. അത് 11:30 ഒക്കെ അങ്ങ് എന്നാ നിങ്ങൾക്കെല്ലാം ഒരു ഉള്ള കാര്യം പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഇഷ്ടമല്ല. അല്ല, പാതിരാത്രി ആയാലും നിർത്തുന്നില്ലല്ലോ. കണ്ടിട്ടില്ലേ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന? നമ്മൾ അത്യാവശ്യത്തിന് പോകുക, ഉടനെ ചില പൊടിമീശയൊക്കെ പിരിച്ച് ഒരു മുണ്ടുമൊക്കെ കൊടുത്ത് അവന്റെ ആ നിപ്പൊക്കെ കാണണം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയതിൻ്റെയോ MC റോഡ്, വല്യമ്മച്ചിക്ക് സ്ത്രീധനം കിട്ടിയതാ പോക്കറ്റ് റോഡും. ഇത് പിന്നെ പറയണ്ടായോ? അല്ല, നിപ്പും ഭാവം എന്നാ ബാഗും ഒക്കെ എടുക്കുന്ന പോകുവാന്നോ? അവിടെ വെക്ക എന്നാ എന്തുവാ ഇപ്പൊ തപ്പുന്നേ? ആട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട ആളാ, പിന്നെ അതുകൊണ്ടാ. അപ്പൊ ശ്രദ്ധിച്ചേ, തുടങ്ങിയതേ ഉള്ളെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക. നമ്മുടെ ചില സാധുവായ ദൈവദാസന്മാർ ഒരു മുക്കിനോ മൂലയ്ക്കോ ഒഴിഞ്ഞ കോണില്ല. നമ്മുടെ ആൾക്കാർ പരസ്യോഗം നടത്തുന്ന പലരും ആരും കേൾക്കാതിരിക്കാനാ. അതെ, മിക്കവരും നടത്തുന്നത് അങ്ങനെ. ആരും ഇല്ലാത്തടത്ത് പോയി. കാരണം അവർക്കറിയാം ഇത് ആരും കേൾക്കരുതെന്ന്. അതിനാ. അതെ, തുരുതുരുന്ന് വണ്ടി ഓടുന്ന ബഹളോ ഓട്ടോ ഇല്ല. കല്യാത്ര ജംഗ്ഷനിൽ ഈ പഴയ ലോട്ടറിക്കാരൻ്റെ മയക്ക് വെച്ച യേശുക്കു സുഭാവികളെ പുള്ളി തന്നെ തിരിയുന്നില്ല. മിക്കവരും നടത്തുന്നത് ആരും കേൾക്കരുതെന്നും പറഞ്ഞ. എന്നിട്ട് തന്നെ ചില ആൾക്കാർ വന്ന് പറയും പോ. ഉടനെ തന്നെ ഈ മനുഷ്യനെ ആരും ആയിക്കോട്ടെ ആ ലഘുലേഖ എടുത്ത് ആ മൈക്ക് ഉടനെ എല്ലാം വയറും എല്ലാം എടുത്ത് 2 വീലറാന്ന് 2 വീലർ ചെറിയ വണ്ടിയാന്ന് വെച്ച് ഉടനെ പോകുക. അതെന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതെ, ഉടനെ പോവില്ലേ അവിടുന്ന്?
ഉടനെ അവിടുന്ന് പോകുക. അതെന്നാ? ഇത് സമാധാനത്തിന്റെയാ. അതേസമയം ഈ പൂഞ്ഞാൻ, നീ അങ്ങോട്ട് എന്നെ ഇല്ല, പാർട്ടിക്കാർ യോഗം നടത്തുന്നത് എന്നെ, നീ വലിയ പൂവനാന്നല്ലോ, വെൺമണി പൂവൻ. കോൺഗ്രസോ BJP-യോ കമ്മ്യൂണിസ്റ്റുകാരോ ഒരു യോഗം നടത്തുന്നിടത്ത് ഒരു കൊടി, കോൺഗ്രസിന്റെ കൊടിയോ BJP-യുടെ കൊടിയോ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയോ, ഒരു കൊടിയും 2 കസേര്, 2 പേര് നിന്നെടുത്ത് നീ ഒന്ന് എന്നെ, നീ വലിയ മിടുക്കനല്ലയോ, പോ നിന്നെ അവര് ഏറി കയറ്റും. എന്നാൽ ഞങ്ങളുടെ അടുക്ക വരുമ്പോൾ ഇത്രോ പേരിരിക്കുന്നിടത്ത് വന്നാലും ഇവിടെ വരത്തില്ലെന്നറിയാം. അഥവാ വന്നാലും ഞങ്ങളാരും ഒന്നും മിണ്ടത്തില്ല. ഈ ഇരിക്കുന്ന സഹോദരിമാരല്ല ഇവരുടെ ആയ കാലത്താണെങ്കിൽ നല്ല ചേലായി, നല്ല മൂച്ചുള്ള പെണ്ണുങ്ങളായിരിക്കുന്നത്. ഇപ്പൊ പിന്നെ തലയെ തുണിയിട്ട് ഗ്ലോറി എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഞങ്ങളുടെ ഒരു തള്ള രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ വലിയ തൻ്റെ അടി തള്ളയായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മച്ചി മരുമക്കളെ തല്ലിയും തൊട്ടോന്നാ ഞാൻ കേൾക്കുന്നത്. പിന്നെ 4 എണ്ണത്തിനെ അടിക്കാൻ ശരിയാക്കിയത്. തള്ള രക്ഷിക്കപ്പെട്ടു കേട്ടോ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പൊ ഞാൻ ചോദിച്ചു, മൂത്ത മരുമകന്റെ പേര് ചോദിച്ചു, പുള്ളിയെ തല്ലിയിട്ടുണ്ട്. അവനെ ഞാൻ കാലുമടക്കി അടിച്ച് തോട്ടിലിട്ട് കയറി വന്നപ്പോ ഇസ്റ്റേക്ക് ഇടിച്ച് താത്തന്നു. പക്ഷെ ആ തള്ള രക്ഷിക്കപ്പെട്ട് ദൈവകൃപ വന്നു. എന്ത് കുഞ്ഞാടായിട്ടാ, നീ കണ്ടതല്ലേ, നമ്മൾ പോയി കണ്ടതാ, ഇവനെ ഞാൻ കാണിച്ചതാ. പിന്നെ രാത്രി പോയി അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ടതാ. ഇപ്പോഴും നല്ല അല്ലേ. ഈയിടെ എന്നോട് മോള് പറഞ്ഞു, അമ്മച്ചി വടി കൊണ്ട് ഇങ്ങനെ ഒന്നും മുട്ടിയപ്പോ ഞാൻ താഴെ വീണെന്ന്. അമ്മച്ചി അഭ്യാസമൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, പണ്ടത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇന്നടുത്ത വക്കീലിനെ തല്ലിയെന്നാന്നല്ലോ കേട്ടതാന്ന്. പിന്നെ അവനെ ഞാൻ ഒറ്റയടിക്ക് താഴെ കിട്ടി. ഞാൻ ചോദിച്ചു, എങ്ങനാ? ഞാൻ അങ്ങോട്ട് മുച്ചവിടെ കയറി നിന്ന് കണ്ണയ്ക്കൊരടി അടിച്ച് അവൻ കമന്ന് വീണ് ഞാൻ ശരിയാക്കിയെന്ന് പറഞ്ഞു. അല്ല, അങ്ങനത്തെ തള്ളമാരുണ്ടെന്ന്. പക്ഷെ അവര് മാനസാന്തരപ്പെട്ട് ഈ സമാധാന സുവിശേഷം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അടിക്കും ബഹളത്തിനും പോകുന്നില്ല. അതെന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. പണ്ടുണ്ടായിരുന്ന കുഞ്ഞമ്പീലി, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു വന്നു. പുള്ളി വലിയ അഭ്യാസമൊക്കെ പഠിച്ചയാളാ അന്നത്തെ കാലത്ത്. അപ്പൊ ഒരാൾ വന്ന് പുള്ളിക്കിട്ട് അടിക്കാൻ വന്നു. പുള്ളി അടിച്ചില്ല. ഇനി വന്ന ഷൈജി പാസ്റ്റർ, പേടിക്കണ്ട, ഒന്നും ചെയ്യാനല്ല. അപ്പൊ കുഞ്ഞമ്പീലി ഇങ്ങനെ നിന്നപ്പോൾ അദ്ദേഹം വലിയ അഭ്യാസിയ, പക്ഷെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു. യവനെ ഒരു വിഭാഗത്തിൽപ്പെട്ടവനാ, പുള്ളിയെ ആളറിയാതെ അടിക്കാൻ വന്നതാ. അടിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുഞ്ഞമ്പീലി പറഞ്ഞു, കുഞ്ഞെ അടിക്കാനെന്ന്, തല്ലരുതെന്നും പറഞ്ഞു അവൻ ഇങ്ങനെ അങ്ങ് പോയി. തൊടുമർമ്മം അറിയായിരുന്നു. ഇരുന്നു, ഞാൻ തൊടാഞ്ഞാതാ. അസംബ്ലീസ് കോഡിന്റെ പ്രധാനപ്പെട്ട ആളാ പുള്ളിയെ ഞാന്. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നെന്ന്. പക്ഷേ അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അടിയുണ്ടാക്കാൻ പോകുന്നില്ല, തടയാൻ പോകുന്നില്ല. പ്രശ്നം വരുമ്പോഴും സ്തോത്രം പറഞ്ഞ് മാറുക. എന്താ ഇതിന്റെ കാരണം? എന്റെ പ്രിയര്, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്ന മാർഗമല്ല സുവിശേഷം. മറ്റവനെ കുത്തിക്കൊന്നച്ചു വത്സ, എന്തോ വത്സൻ, അവനെ വകവരുത്തിയച്ചു ഞാൻ നിന്നിൽ സംപ്രീതനായി. പിന്നെ ഒറ്റക്കാലിൽ നിന്നാലോ എല്ലാം കാര്യം നടക്കും. മറ്റുള്ളവനെ കൊലയ്ക്ക് കൊടുക്കുന്ന മാർഗമല്ല, അവന്റെ അപകരിക്കുന്ന മാർഗമല്ല, അവനെ ഉപദ്രവിക്കുന്ന മാർഗമല്ല. ഈ മഹാരാജ്യം, ഇന്ത്യ രാജ്യം, നാനാജാതി മതസ്ഥരാ തിങ്ങിപ്പാർക്കുന്ന നല്ല രാജ്യമാണ്. ബുദ്ധന്മാരും ജൈനന്മാരും പാഴ്സികളും ഹൈന്ദവരും മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യാനികളും അഹമ്മദയക്കാരും നിരീശ്വരവാദികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. ഈ രാജ്യത്ത് സമാധാനമുണ്ടാകണം. ഈ രാജ്യം സമാധാനം പ്രാപിക്കണം. ഇവിടെ അലോക്യമോ അടിപിടിയോ മറ്റ് യാതൊരു ദോഷം വരരുത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ രാജ്യത്തിന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നവരാ. അതുകൊണ്ടായി ഇത് സമാധാനം ഉണ്ടാകണം. അതുകൊണ്ടായി സമാധാന സുവിശേഷം പറയുന്നത്. ഇന്ന് രാത്രി അതാണ് സുവിശേഷത്തിന്റെ വിശേഷത. വിസ്തരിക്കുന്നില്ല, സ്വോത്രകാഴ്ച എടുക്കാൻ പോകുക. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാ. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാ. വായിപ്പിക്കുന്നില്ല. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1:10 വായിക്കുമ്പോൾ സുവിശേഷം ജീവൻ തരുന്ന മാർഗമാ. ഏതാ? മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി സുവിശേഷം വിശ്വസിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. നിനക്ക് സമാധാനമുണ്ടാകും. നിന്റെ കുഞ്ഞുങ്ങൾക്കും സമാധാനമുണ്ടാകും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രം രക്ഷകൻ. ദിവ്യജനജരാം ഭവ്യഗുണാത്മകം ഭാഗ്യമൃത ദായക
തിരുപാദം ഗതിനായക, തിരുപാദം ഗതിനായക. ജനേശ്വരം ഭവ്യ ഗുണാത്മക ദിവ്യ ജനേശ്വരം ഭവ്യ ഗുണാത്മക ദിവ്യ ജനേശ്വരം ഭവ്യ ഗുണാത്മക ഭാഗ്യമൃതദായക, തിരുപാദം ഗതിനായക, തിരുപാദം ഗതിനായക. ദിവ്യജടം വെടിഞ്ഞവ്യലോകേവം പൂർവികിൽ വന്ന പരദേവ വിഗതജര, പരദേവ വിഗതജര, പരദേവ വിഗതജര. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. സമയം ഒത്തിരി അതിക്രമിച്ചു. ദൂരെ നിന്നൊക്കെ ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. അതുകൊണ്ട് അധികം ഇനി ദീർഘമായിട്ട് എടുക്കുന്നില്ല. എൻ്റെ ഭാഷ പറയേണ്ടതെല്ലാം പറഞ്ഞു, അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചു. അതാണല്ലോ പ്രധാന വിഷയം. എന്നാലും എടുത്ത വാക്യത്തോട് കൂറു പുലർത്തിയില്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ പറയും, കുഴപ്പമില്ല, എന്നാലും പുള്ളി എടുത്ത വാക്യത്തിൽ നിന്നൊന്നും പറഞ്ഞില്ലെന്ന് പറയും, അല്ലേലും എന്തേലും പറയും. എന്നാ പിന്നെ അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. കവിവാചകം പോലെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 22 അധ്യായം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മുമ്പേ ഓർപ്പിച്ചല്ലോ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. 1-ാം അധ്യായത്തിൽ ക്രിസ്തുയേശുവിന്റെ വെളിപ്പാട് വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം വാക്യത്തിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. പല ആൾക്കാരും ധരിച്ചു വച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 666 അല്ലെങ്കിൽ മഹോപദ്രവമാണ്, അതല്ലെങ്കിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണ്, 2 സാക്ഷികളാണ്, ഘോരവും ഭയങ്കരമായ മൃഗമാണ്, പുതിയ യെരൂശലേമാണ്, സിയോനാണ്, അതുപോലെ തന്നെ ജീവജല നദിയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് പലരും പ്രാധാന്യം കൊടുക്കുന്നത്. അത് തെറ്റാണെന്നല്ല, അതെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളെങ്കിലും പരമപ്രധാനമായ വിഷയം വെളിപ്പാട് പുസ്തകത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാട് ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാട് ഓരോ അധ്യായത്തിലും 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുയേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിന്റെ വേറൊരു രീതി. ഈ പുസ്തകത്തെ പറ്റി ധാരാളം ആൾക്കാർ വ്യാഖ്യാന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ പഠിപ്പിക്കുന്നവരും ഞാനും പ്രിയ ബെന്നിച്ചനും ഒക്കെ ഒന്നിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ചവരാ. ഞങ്ങളെ ഈ പുസ്തകമൊക്കെ പഠിപ്പിച്ചത് മൺമറഞ്ഞ KK മാത്യു മുണ്ടിയപ്പള്ളി, ആ ശ്രേഷ്ഠ കർത്തൃദാസന. അപ്പോൾ ഇവരെയെല്ലാം നമ്മൾ പഠിച്ചാൽ കല്ലുമല കുഞ്ഞുമനച്ചാൻ പുസ്തകം എഴുതി വെളിപ്പാട് പുസ്തകത്തെ അധികരിച്ച് സൈമൺ സാറ്, YSKL സാറ്, ചെറിയാങ്കോതകരി, അങ്ങനെ ധാരാളം ആൾക്കാർ പുസ്തകമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ഈ പുസ്തകം പലതും വായിച്ചു, നിങ്ങളും വായിച്ചുള്ളത്. ഒരെഴുത്തുകാരൻ മറ്റൊരെഴുത്തുകാരുണ്ട് പല വിഷയവും യോജിക്കുന്നില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാം. വെളിപ്പാട് പുസ്തകത്തിലെ സ്ത്രീ ഇന്നയാളാന്ന് പറയുമ്പോൾ മറ്റേ പുള്ളി അത് വെട്ടുക, 2 സാക്ഷികൾ ഇന്നയാളെന്ന് പറയുമ്പോൾ അടുത്ത പുള്ളി വെട്ടുക. ഇതാ തമ്മിൽ യോജിക്കുന്നില്ല. അതിനൊരു കാരണവും കൂടെ പറയാം, എല്ലാ കാര്യവും ഒന്നും നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. ഇല്ല, നമുക്ക് മറഞ്ഞിരിക്കുന്ന എന്തെല്ലാം കാര്യമുണ്ട്.
കാര്യം മറച്ചു വെക്കുന്നതും ദൈവത്തിന് മഹത്വമാണ്. അപ്പോൾ അറിഞ്ഞ കാര്യം അനുസരിച്ച് നമ്മളൊന്ന് ജീവിക്കേ. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്, ദൈവത്തിന്റെ മഹത്വം. ഇത് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. 1-ാം അധ്യായത്തിന്റെ 13 മുതലാണല്ലോ ക്രിസ്തുവേശുവിന്റെ തേജസ്കരിക്കപ്പെട്ട വെളിപ്പാട് യോഹന്നാൻ കാണുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്കറിയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ 7 സഭയ്ക്കുള്ള ദൂത്. 4-ാം അധ്യായത്തിൽ യോഹന്നാനെ സ്വർഗത്തിലേക്ക് എടുക്കുക, അവൻ ഇവിടോട്ട് കയറി വരാൻ പറഞ്ഞു. 5-ാം അധ്യായം 4-ഉം 5-ഉം അധ്യായം പഠിക്കുമ്പോൾ അവൻ സൃഷ്ടികൾ ദൈവത്തെ ആരാധിക്കുന്നു, ആരാധനയ്ക്ക് യോഗ്യനായ ഒരു ദൈവത്തെ കാണുന്നു. ആ ഭാഗം പഠിക്കുമ്പോൾ 5-ാം അധ്യായമാ നമ്മൾ ഇന്ന് കുറുവാക്യമായിട്ട് വായിച്ചത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് 5-ാം അധ്യായത്തിലെ ഒരു കുഞ്ഞാടിനെ കാണുകയാ. ഇനി 12-ാം വാക്യം. അറക്കപ്പെട്ട കുഞ്ഞാട് ഞാൻ ഓർപ്പിച്ചല്ലോ. 5-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ 5 പ്രത്യേകത. അതാ ഇന്ന് രാത്രി, അത് പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. എന്നേക്കാൾ അറിവുള്ളവരാ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ. 5-ാം അധ്യായം പഠിക്കുമ്പോൾ അറിയാം, വീണ്ടെടുപ്പിന്റെ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അതിലോട്ട് കിടക്കുന്നില്ല. 5-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാടിനെ കാണുന്നു. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരടറക്കപ്പെട്ട കുഞ്ഞാടെന്നും ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടെന്നും 13-ലും അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടെന്നും അതുപോലെ തന്നെ ഏതിനിറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും വേളി കടിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും യെശയ്യാ പ്രവചനം 53-ൽ രോമൻ കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടെന്നൊക്കെ സന്ദർഭോചിതമായിട്ട് പല പുസ്തകത്തിൽ പല സ്ഥലത്ത് രേഖപ്പെടുത്തി. അതുകൊണ്ട് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, ഈ കുഞ്ഞാട് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശുക്രിസ്തു. കടന്നു പോകുന്ന യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുക, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു, അകത്തും പുറത്തും മുദ്രയിട്ട ഒരു പുസ്തകം വാങ്ങുവാൻ ആരുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല. അപ്പോൾ യോഹന്നാൻ കരഞ്ഞു, മൂപ്പന്മാർ എടുത്തം എന്ന് പറഞ്ഞ് കരയണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും അവൻ ദാവീദിന്റെ പേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ ജയം പ്രാപിച്ച് കടന്നു വന്നു. ഞാൻ തിരിഞ്ഞപ്പോൾ ഒരു കുഞ്ഞാടിനെ കാണുന്നു. 5-ാം വാക്യം വായിക്കാം. 5:5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചു. മുകളിൽ കുഞ്ഞാടിനെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ഞാൻ സാധാരണ പറയും, യെശയ്യാ പ്രവചനം 53-ൽ ഒരു കുഞ്ഞാടിനെ കാണാം, രോമൻ കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിന് വിശേഷതകൾ ഒത്തിരി ഉണ്ട്. എന്താ 5-ാം അധ്യായത്തിലെ വിശേഷത? എല്ലാം വ്യാഖ്യാനിച്ചു പോകുന്നില്ല. എന്നോട് സൈമൺ ചാൻ സമയം പറഞ്ഞു, അതുകൊണ്ട് ആ കൃത്യസമയത്ത് തന്നെ അങ്ങ് നിർത്താനാ ഞാനും ആഗ്രഹിക്കുന്നത്. നിർത്തും. പുള്ളി കണ്ണു ഇങ്ങനെ നോക്കുന്നു, നിർത്തും. അപ്പോൾ ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത എന്താണ്? ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത 9-ാം വാക്യം വായിച്ച അമ്മാമേ, 5:9. 5-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ 5 പ്രത്യേകത. 1 വിശദീകരിക്കുന്നില്ല, കാര്യം പറഞ്ഞങ്ങ് വിടുക. അതിന്റെ മുദ്ര വെട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. അപ്പോൾ 5-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ 1-ാമത്തെ പ്രത്യേകത അറക്കപ്പെട്ട കുഞ്ഞാട്. അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാക്കിയാൽ രക്തം ചൊരിഞ്ഞ കുഞ്ഞാട്. ഇന്ന് രാത്രി ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത രക്തം ചൊരിഞ്ഞ കുഞ്ഞാടാ. ആ കുഞ്ഞാട് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധ രക്തം. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത രക്തം ചൊരിഞ്ഞ കുഞ്ഞാടാ. യേശുക്രിസ്തുവാകുന്ന ദൈവ കുഞ്ഞാടിന്റെ തിരുരക്തം വിശേഷതയുള്ള രക്തമാ. പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, വിലയേറിയ രക്തം, പുണ്യാക രക്തം. അവൻ മാത്രമാണോ? വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ജയം തരുന്ന രക്തം.
ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്ത് നിന്നോടൊരു കാര്യം പറയോ, നിന്റെ സകല പാപങ്ങളെയും മോചിക്കുന്ന പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ രക്തം. ഈ കുഞ്ഞാടിന്റെ ഒന്നാമത്തെ പ്രത്യേകത രക്തം ചൊരിഞ്ഞ കുഞ്ഞാട്. വിവരിക്കുന്നില്ല പറഞ്ഞങ്ങ് വിടുക. ആ 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ 2ാമത്തെ പ്രത്യേകത 6-ാം വാക്യം വായിച്ചേ അമ്മാമേ. 6-ാം വാക്യം 6. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും 4 ജീവികളുടെയും നടുവിലും പിന്നെ ഒരു കുഞ്ഞാട്. മൂപ്പന്മാരുടെ മധ്യത്തിലും ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞാടിന്റെ 2ാമത്തെ പ്രത്യേകത ജീവികളുടെയും മൂപ്പന്മാരുടെയും നടുവിൽ നിൽക്കുന്ന കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാടിന്റെ വിശേഷത 2-3 പേർ എവിടെ കൂടി വന്നാൽ അവിടുത്തെ നാമത്തിൽ വന്നാൽ അവരുടെ നടുവിൽ വരുന്നവനാ കുഞ്ഞാട്. അല്ലാതെ പാപ്പച്ച വേവിച്ച കിഴക്കല്ല വരുന്നത്. നമ്മൾ ചിലരോട് ആമേൻ കറിയാച്ചായ പ്രാർത്ഥിച്ചാട്ടോ ഓദേശി ഉടനെ കിഴക്കോട്ടടിക്കുക. എൻ്റെ അമ്മ ഞങ്ങൾ പരാധീനതയുള്ള വീടുകളാണ്, ദാരിദ്ര്യത്തൊക്കെ അനുഭവിച്ചതാണ്. അപ്പോൾ എൻ്റെ അമ്മ കൊച്ചുനാളിൽ പറയും, ഇപ്പം ഭക്ഷണമൊക്കെ അന്ന് ഒരു കൂട്ടാനേ ഉള്ളൂ, ഒറ്റ കൂട്ടാനേ ഉള്ളൂ, അത് ചാറും കഷണവും എല്ലാം കൂടെ ഒന്നാണ്. ഇന്ന് 5-6 കൂട്ടാൻ കൊടുത്താൽ ഒരെണ്ണത്തിന് ബോധിക്കുകയില്ല. എത്ര ആട്ടെ അതിനാ തീമ്പുളപ്പെന്ന് പറയുന്നത്. അപ്പം അന്ന് ഒരു കൂട്ടാനാ. അപ്പം കൂട്ടാൻ തരുമ്പം ചിലപ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നൊരു ഭാഷയുണ്ട്, വേണ്ട ഒത്തിരി കിഴക്കോട്ട് പോകണ്ട. ഒത്തിരി കിഴക്കോട്ട് അമ്മ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിലും അമ്മയ്ക്കറിയാം കിഴക്ക് പരുവക്കേടാണ്. ആന്നെ അല്ല, നീ ഉടനെ കിഴക്കോട്ട് നോക്കുക. എൻ്റെ കറിയാച്ച കിഴക്കോട്ട് അധികം പോകരുത്, കിഴക്കോട്ട് നോക്കുകയും വേണ്ട. അതന്നെ യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാ. അതുകൊണ്ട് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കേണ്ട, കിഴക്കോട്ട് അടിക്കുകയും വേണ്ട. കാരണം കിഴക്കോട്ട് പോയതെല്ലാം ഗുണം പിടിക്കാത്തവന്മാരല്ലേ. അതാ ഞങ്ങളുടെ അമ്മ പറഞ്ഞ ഒത്തിരി കിഴക്കോട്ട് പോകണ്ട. ലോത്ത് അബ്രഹാമിനെ വിട്ട് കിഴക്കോട്ടാ പോയത്. ശിനാർ ദേശത്ത് ബാബേൽ ഗോപുരം പണിയാൻ കിഴക്കോട്ടാ പോയത്. കയീൻ സഹോദരനൊക്കെ ഒന്നിച്ചും പുള്ളിയും കിഴക്കോട്ടടിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ കിഴക്കോട്ട് പരുവക്കേടാ. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ നേരെ കിഴക്കോട്ട്. ഇന്ന് രാത്രി കിഴക്കോട്ടല്ല, കിഴക്കുന്നും വടക്കുന്നും ഒന്നുമല്ല, അവിടെ നമ്മുടെ നടുവിലുണ്ട്. 2-3 പറഞ്ഞ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ. അങ്ങനെ ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണി. അല്ലാതെ ഞാൻ സ്വന്തം കിഴക്ക് വസിക്കാൻ മന്ദിരം പണിയണമെന്നല്ല. യേശു ക്രിസ്തു നടുക്ക ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയൊക്കെ നടുക്ക് 12-ാമത്തെ വയസ്സിൽ വലിയ പള്ളി ചെന്നപ്പോഴും ശാസ്ത്രിമാരുടെ നടുക്കാ കർത്താവ് ഇരുന്നത്. ക്രൂശിക്കിടന്നപ്പോഴും 2 ദുഷ്പ്രവർത്തിക്കാണ്ട് നടുവില മാത്രമാണോ മുറിയടച്ചിട്ടപ്പോൾ ഉയർത്ത് അവരുടെ നടുവില. ഒത്തിരി വാക്യങ്ങളും കാര്യങ്ങളും പറയാനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വെൺമണി ദേശക്കാരെ, എന്നെ കേൾക്കുന്നവരെ, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കരുത്. അത് സൂര്യാരാധനയാണ്, സാത്താന്യ ആരാധനയാണ്. 2-3 പേർ എവിടെ കൂടിയാലും നമ്മുടെ കർത്താവ് നടുവിൽ വരും. അതുകൊണ്ട് കുഞ്ഞാടിന്റെ 2ാമത്തെ പ്രത്യേകത നടുവിൽ വെളിപ്പെടുന്ന കുഞ്ഞാട്. നിർത്തുക. കുഞ്ഞാടിന്റെ 3ാമത്തെ പ്രത്യേകത 13-ാം വാക്യം വായിച്ചേ അമ്മാമേ. 13. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. കുഞ്ഞാടിന്റെ 3ാമത്തെ പ്രത്യേകത ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടാ. സ്തോത്രത്തിനും സ്തുതിക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ദൈവ കുഞ്ഞാടാ. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, ജരാചരങ്ങളെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രത്തെ ആരാധിക്കരുതെന്ന് വേറെ പുസ്തകം പഠിപ്പിക്കുന്നു. സ്തംഭമോ ബിംബമോ സ്തൂപമോ സാദൃശ്യമോ സ്വരൂപമോ ഒന്നും, വെള്ളത്തിലുള്ളതോ വെള്ളത്തിന് അടിയിലുള്ളതോ കരയ്ക്കുള്ളതോ ആകാശത്തുള്ളതോ ഒന്നിന്റെയും രൂപമോ സാദൃശ്യമോ കൊത്തി ഉണ്ടാക്കി വഷളത്വം കാണിച്ച് ആരാധിക്കരുതെന്ന സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നേ.
പക്ഷെ അന്നേരം തൂക്കുക 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 എന്നാ ഒരു അരുതാഴിക പോലെ. അധികം നിർത്തുക. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ഇനി ആരാണ് ആരാധിക്കേണ്ടത്? അതുകൂടെ പറയാം. ആരാ ആരാധിക്കേണ്ടത്? എല്ലാരും കയറി ആരാധിച്ചാ ഒക്കുകയല്ല. അതുകൂടെ പറയാം. നമ്മുടെ കൺവെൻഷൻ അല്ലേ. ഒരു ഉദാഹരണം വചനത്തിൽ നിന്ന്. ഇസ്രായേൽ മക്കൾ 430 വർഷത്തോളം ഇസ്രായേലിൽ പാർത്ത് ഒറ്റ ദിവസം പോലും ആരാധിച്ചെന്ന് വാക്യമില്ല, ചാപ്പാട് കഴിച്ചെന്ന് വാക്യമുണ്ട്. അവർ തന്നെ പറഞ്ഞല്ലോ. പുറപ്പാട് 16-ന്റെ 2, 3, 4, സംഖ്യ 11-ന്റെ 4, 5, 6, സംഖ്യ 21-ന്റെ 4, 5, 6 ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ കാപ്പാട് കഴിച്ചെന്നുണ്ട്. നല്ല കോളായിരുന്നെന്ന് പറഞ്ഞ് ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ആരാധിച്ചെന്നില്ല, അടുക്കൽ കലത്തിന്റെ അടുക്കൽ ഉണ്ടെന്നുണ്ട്. പിന്നെ ആരാധിച്ചത് അപ്പടാ. അത് പറയാം. ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തൽ ആചരിച്ചു. രക്ഷിക്കപ്പെട്ടേച്ച് മിസ്രയീമിൽ നിന്നില്ല, മിസ്രയീം വിട്ടേച്ച് ചെങ്കടല് കടന്നു. അത് സ്നാനപ്പെട്ട് അക്കരെ കയറിയപ്പോൾ മിരിയാമും സഹോദരിമാരും മോശയും ഇസ്രായേൽ മക്കളും തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു, കുഴപ്പമൊന്നുമില്ല, നിർത്തുക. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് മറുകര കയറിയവൻ ദൈവത്തെ ആരാധിക്കണം. വിശദീകരിക്കാൻ ഒത്തിരി താല്പര്യമുണ്ടെങ്കിലും സമയം അനുവദിക്കാത്തതുകൊണ്ട്, എന്നാലും സമയം ഉത്തരവും തന്നല്ലോ. വലിയ കാര്യം. പിന്നെ നിർത്തുക. അപ്പോൾ ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, ആരാധനക്ക് യോഗ്യനായ കുഞ്ഞാട്. 4, ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത വ്യാഖ്യാനിക്കുന്നില്ല. 5-ാം വാക്യം വായിച്ചു അമ്മേ. 5-ാം വാക്യം നിർത്തുക. അപ്പോൾ എന്നോട് അപ്പോൾ ഈ കുഞ്ഞാടിന്റെ 4-ാമത്തെ പ്രത്യേകത, ഇതൊരു സിംഹമാ. അലങ്കാര ഭാഷയിൽ കൊടുത്തിരിക്കുക സിംഹം. എന്താ സിംഹത്തിന്റെ പ്രത്യേകത? സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്ന തെളിഞ്ഞു നിൽക്കുന്നവനാ സിംഹം. യേശു ക്രിസ്തു എവിടെ ചെന്നാലും തെളിഞ്ഞാ നിൽക്കുന്നത്. അതന്നെ കാണാൻ കൊള്ളാവുന്നവനാ. ഒരു തല, 2 കൈ, 2 കാല്, അതൊക്കെയാ തെളിഞ്ഞു നിൽക്കുന്നേ. അതുപോലെ ഒന്ന് ഞാൻ അങ്ങ് അടങ്ങുക. നേരം പോയി. എന്നാ പിടിച്ചു. നീ ഇതിരിക്കുന്ന കൊണ്ടാ ഇളകുന്നെന്ന് പറയും. ഇതും പിടിച്ചു. നിർത്തി. എന്നാ സൈമച്ചന്റെ വാച്ചും പിടിച്ചു. അതും തന്നു. നിർത്തി. ഇനി പിന്നെങ്ങാനും അവസരം കിട്ടുകയാണെ ബാക്കി പറയാം. ഇവിടെ AG വരുന്നുണ്ട് 2 ദിവസത്തെ യോഗം. ഒക്കുന്നെങ്കിൽ ഇതിന്റെ ബാക്കി അങ്ങോട്ടും പറയാം, നടത്തിപ്പുണ്ടെങ്കിൽ. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാ. എന്താ സിംഹത്തിന്റെ പ്രത്യേകത? തെളിഞ്ഞു നിൽക്കുക. യേശുക്രിസ്തു എങ്ങും ചൂളേണ്ട കാര്യമില്ല. ദൈവത്തിന് മഹത്വം. എല്ലാവരുടെയും കൂട്ടത്തിൽ യേശുവിനെ വെച്ചേക്കരുത്. യേശുക്രിസ്തു വ്യത്യസ്തനാ. സ്വഭാവം കൊണ്ട്, സംസാരം കൊണ്ട്, ഇടപാട് കൊണ്ട്, സമീപനം കൊണ്ട്, ജീവിതം കൊണ്ട്, ജനനം കൊണ്ട്, മരണം കൊണ്ട്, അടക്കം കൊണ്ട്, ഉയർപ്പ് കൊണ്ട്, ഇന്നും ജീവിക്കുന്നത് കൊണ്ട് എല്ലാവരിലും വ്യത്യസ്തൻ. അതായി കുഞ്ഞാടിന്റെ പ്രത്യേകത. 5 കാര്യം പറയാന്ന് പറഞ്ഞത് കണക്കാ. 5-ാമത്തെ കാര്യം വ്യാഖ്യാനിക്കുന്നില്ല. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. ഈ കുഞ്ഞാടിന്റെ 5-ാമത്തെ വിശേഷത 5 വായിര്. അപ്പോൾ എന്നോട് അടുത്ത പദം ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയെ തുറപ്പാൻ ജയം പ്രാപിച്ച കുഞ്ഞാടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്താവ് അവൻ പടുകുടിയിൽ പരാജയപ്പെട്ട് പമ്മിക്കിടക്കുന്നവനല്ല, അവൻ സകലത്തെയും ജയിച്ചവനാ. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവിതത്തിന്റെ പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് ജയം തരാൻ പോകയാ. യേശു സകലത്തെയും ജയിച്ചവനാ. ഇന്ന് രാത്രി നിരാശകൾ മാറട്ടെ. യേശു കർത്താവ് ഇന്ന് രാത്രി നിനക്ക് ജയം തരും. അനുഭവിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിർത്തുക. ഇന്ന് രാത്രി യേശു നിനക്ക് ജയം തരുന്ന രാത്രിയാ.